ഇവിടെ ഇരിക്കുന്ന ആരോടോ ഈ പറയുന്നത്, എല്ലാവരോടും ആയിരിക്കത്തില്ല. ചിലപ്പോൾ ഇത് ആവശ്യമുള്ള 10 പേര് ഇന്ന് ആ സാഹചര്യത്തിലായിരിക്കും. വേറൊരാളുടെ കാലേ നിൽക്കണ്ട, അവന് ഇഷ്ടമുള്ളപ്പോൾ ആ കാലം കൊണ്ട് അവൻ പോവും. വീഴുന്നത് നമ്മളായിരിക്കും. വേറൊരാളുടെ കാലേ നിൽക്കാനല്ല, നീ ശക്തനും ധീരനുമായി. ഇന്നത്തെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമുക്കൊരനുഗ്രഹമാകണം. പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിനകത്തും ദൈവത്തിൻ്റെ വലിയ ഇടപെടലുകൾ ഉണ്ടാകണം. വചനം കേൾക്കാൻ ഒരുങ്ങുന്ന നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഒരനുഗ്രഹത്തിൻ്റെ വെളിച്ചമായി തന്നെ മാറണം. പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ ഏതെല്ലാം വിഷയങ്ങളാണ് നിങ്ങൾ പ്രാർത്ഥനയിൽ കൂടുതലായി സമർപ്പിക്കുന്നത്, ആ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടാനിടയാകും. മനുഷ്യനെ പോലെ കളഞ്ഞിട്ട് പോകുന്നവനല്ല ദൈവം. മനുഷ്യനെ പോലെ കളഞ്ഞിട്ട് പോകുന്നവനല്ല, കൈവിട്ട് കളയുന്നവനുമല്ല. എത്തേണ്ടിടത്ത് നമ്മെ സുരക്ഷിതമായി എത്തിക്കുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരും ഒപ്പം നിന്നവരും ചിലപ്പോൾ നമ്മെ തള്ളിക്കളഞ്ഞിട്ട് പോകും. പക്ഷെ ദൈവം നമ്മളെ കളഞ്ഞിട്ട് പോകുന്നവനല്ല. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഒരനുഗ്രഹത്തോടെ ഇന്ന് മടങ്ങിപ്പോകാനിടവരും. പാട്ടുപാടുന്ന വ്യക്തി പറഞ്ഞതുപോലെ ഈ ശുശ്രൂഷയിലൂടെ നിനക്ക് നന്മ വരാനിടവരും. നിങ്ങൾക്കൊരനുഗ്രഹം അനുഭവിക്കാനിടവരും. രാവിലും പകലിലും ആ കൈനിഴലായി നിന്ന് പരിധികളില്ലാതെ പരിപാലിച്ചതോർത്താൽ നന്ദിയോടെ നമുക്ക് നിൽക്കാൻ പറ്റുകയുള്ളൂ. പരിധികളില്ലാതെ, അളവുകളില്ലാതെ, ഒന്നാ കണ്ണുകളടച്ച് ഇടത്തും വലത്തും മുമ്പിലും പുറകിലുമായി നിൽക്കുന്ന എല്ലാവരെയും സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് അർത്ഥമറിഞ്ഞ് രാവിലും പകലിലും ആ കൈനിഴലായി നിന്നു. രാവിലും പകലിലും ആ കൈനിഴലായി നിന്ന്. രാവിലും പകലിലും ആ കൈനിഴലായി നിന്നു. പരിധികളില്ലാതെ പരിപാലിച്ചതോർത്ത രാവിലും പകലിലും ചേർന്ന് പറഞ്ഞു ആ കൈനിഴലായി നിന്നു. പിന്നെയോ പരിധികളില്ലാതെ പരിപാലിച്ചതോർത്ത എങ്ങനെ കഴിഞ്ഞു പോയോരോ ദിനവും ആശ്ചര്യമേ. ഞാൻ നനച്ചതിലും അധികം എന്നിൽ അത്യന്തം പരമാ. എങ്ങനെ കഴിഞ്ഞുപോയി, എങ്ങനെ കഴിഞ്ഞു പോയോരോ ദിനവും ആശ്ചര്യമേ. ഞാൻ നനച്ചതിലും അധികം എന്നിൽ അത്യന്തം പരമാ. എന്താ പാടിയെന്നറിയുമോ? എങ്ങനെ കഴിഞ്ഞുപോയി. നമ്മുടെ ജീവിതമൊക്കെ ചില സമയത്ത് അതൊക്കെ എങ്ങനെയാണ് കടന്നു പോയെന്ന് ചിന്തിച്ചാൽ നമുക്കൊരെത്തും പിടിയും കിട്ടത്തില്ല. ചില ഭയങ്കര പ്രതിസന്ധികളും 4 വശത്തു നിന്ന് ഒറ്റപ്പെടലുകളും എല്ലാ തരങ്ങളിൽ നിന്നും വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും മാത്രം. ആ ദിവസങ്ങളും ആ മണിക്കൂറൊക്കെ എങ്ങനെ കഴിഞ്ഞുപോയി, അത് അത്ഭുതത്തോടെ ഓർക്കാൻ പറ്റുള്ളൂ. എല്ലാ കാര്യവും എൻ്റെ കൈവിട്ടു പോയി എന്നൊക്കെ വിചാരിച്ചതാണ്. അതാ പാടിയത്, എങ്ങനെ കഴിഞ്ഞു പോയി ആ ദിനവും ആശ്ചര്യമേ. ഞാൻ നനച്ചതിലും അധികം അത്യന്തം പരമായി. എങ്ങനെ കഴിഞ്ഞു പോയോരോ ദിനവും
ചേർന്ന് പറഞ്ഞ് എങ്ങനെ കഴിഞ്ഞു പോയോരോ ദിനവും ആശ്ചര്യമേ, ഞാൻ നനച്ചതിലും അധികം എന്നിൽ അത്യന്തം പരമായി, ഞാൻ നനച്ചതിലും അധികം എന്നിൽ അത്യന്തം പരമായി. അതുകൊണ്ട് നന്ദി 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 ദൈവമേ, ഞാനായതിൻ ആധാരം നീയേ. ഒന്ന് പാടുമോ? നന്ദി 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 ദൈവമേ, ഞാനായതിൻ ആധാരം നീയേ. നന്ദി യേശുവേ, നന്ദി 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 യേശുവേ, എൻ വിശ്വാസത്തിൻ ആരംഭം നീയേ. രണ്ട് കരം ഉയർത്തിപ്പിടിച്ച് നന്ദി 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 യേശുവേ, എൻ വിശ്വാസത്തിൻ ആരംഭം നീയേ. ഒന്ന് അല്പം സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പാട്ടുകാര് പാടിക്കൊണ്ടിരിക്കും. നന്ദി പറഞ്ഞ് എല്ലാവരും ഒന്ന് സ്തുതിക്കുന്നു. കർത്താവേ, ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുവതി യുവാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സമർപ്പിതരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അകത്തും പുറത്തുമായി താഴെകളിലും എല്ലാ സ്ഥലത്തും ഇരിക്കുന്ന സകല മനുഷ്യരെയും ദൈവത്തിന്റെ സ്നേഹത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് അതുകൊണ്ട് പറഞ്ഞേ നന്ദി 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 യേശുവേ, എൻ വിശ്വാസത്തിൻ ആരംഭം നീയേ. കരങ്ങളെ താഴ്ത്തി രാവിലും പകലിലും ആ കൈ നിഴലായി നിന്നു, പരിധികളില്ലാതെ പരിപാലിച്ചതോർത്ത എങ്ങനെ കഴിഞ്ഞു പോയോരോ ദിനവും ആശ്ചര്യമേ, എങ്ങനെ കഴിഞ്ഞു പോയോരോ ദിനവും ആശ്ചര്യമേ, ഞാൻ നനച്ചതിലും അധികം എന്നിൽ അത്യന്തം പരമാ. പരിശുദ്ധാത്മാവേ, ഇന്ന് ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന മണിക്കൂറുകളാക്കി ഈ സമയത്തെ മാറ്റണമേ. ആമേൻ. ഇരിക്കാം. ഹല്ലേലൂയ. നല്ലൊരു ദിവസം ദൈവം നമുക്ക് നൽകിയതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈ ചൂടൊക്കെ സഹിച്ച് ഈ പകൽ സമയത്ത് നിങ്ങളിവിടെ ഇരിക്കുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. വളരെ നേരത്തെ തന്നെ ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായത്. ഇത്രയും ആളുകൾ തന്നെ താഴെയും മറ്റു ഭാഗങ്ങളിലുമായിട്ടുണ്ടാകും. വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയാണ് നിങ്ങളെ കാണുന്നത്, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കാരണം ഈ ആലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളൊരു കുടുംബമായിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സന്തോഷവും സ്നേഹവും നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഒരുപക്ഷെ നിങ്ങൾ ഈ നാട്ടിൽ ആദ്യം വരുന്നവരായിരിക്കും. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ആദ്യം ഇരിക്കുമായിരിക്കും. പക്ഷേ നമ്മളിവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു സ്നേഹത്തിൻ്റെ തണലിലാണ് ഇരിക്കുന്നത്. നോർമൽ ഒരാൾക്കൊന്നും ഇങ്ങനെയൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. ഈ സൗകര്യം കുറഞ്ഞ സ്ഥലത്ത്, ഇത്രയും ചൂടും ആവിയും പരവേശവും ഒക്കെ ഉള്ള സ്ഥലത്ത് നമ്മളിങ്ങനെ ഇത്രയും മണിക്കൂറൊന്നും ഇരിക്കത്തില്ല. നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ ഒരു അർത്ഥം ഇതൊരു ദൈവ പദ്ധതിയാണെന്നാണ്. നിങ്ങളെക്കുറിച്ചൊരു ദൈവ പദ്ധതി ഉണ്ട്. ഇങ്ങനെ വരണമെന്നും ഇങ്ങനെയൊക്കെ ഇരുന്ന് ദൈവവചനം കേൾക്കണമെന്നും ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. നിങ്ങൾ നൽകുന്ന സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും ഒത്തിരി നന്ദിയുണ്ട്.
നിങ്ങളുടെ സ്നേഹം പോലും ഞങ്ങൾക്കൊരു പ്രാർത്ഥനയാണ്. നിങ്ങളുടെ നല്ല വാക്കുകൾ, നല്ല നോട്ടം, നല്ല ആശംസകൾ, നിങ്ങൾ നൽകുന്ന പരിഗണന, പ്രോത്സാഹനം, ഞങ്ങൾക്കതെല്ലാം കിട്ടുന്നത് ഒരു നല്ല പ്രാർത്ഥനയായിട്ടാണ്. ഞങ്ങളും ഇവിടെ നിൽക്കുന്നത്, ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനല്ല, എൻ്റെ വീട്ടിലുള്ള ഒരാളുടെ കാര്യം നടന്നു കിട്ടാനുമല്ല. ഇന്ന് പ്രാർത്ഥിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന അകത്തും പുറത്തുമായിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഏറ്റവും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാനാണ്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുന്നവരെ ദൈവവും സ്നേഹിക്കാൻ തുടങ്ങും. ആ കുടുംബത്തെ ആകട്ടെ, ആ വ്യക്തിയാകട്ടെ, ദൈവത്തിൻ്റെ ഒരു സ്നേഹം അവരിൽ വലയം ചെയ്യാൻ തുടങ്ങും. ഹല്ലേലൂയ. ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ യാദൃശ്ചികമായി ചെല്ലാനിടയായപ്പം, അപ്പോൾ ആ വീട്ടിൽ ഒരു ആലോചന നടക്കുവാണ്. ഒരാലോചന, ആ ആലോചനയും ദൈവാലോചനയും തമ്മിലൊരു ബന്ധമായി എനിക്ക് തോന്നി. ആ വീട്ടിലെ ഒരാളുടെ സ്വന്തം പ്രിയപ്പെട്ട സഹോദരനെ വിളിച്ചിട്ട് ചോദിക്കുവാണ്, ഇന്ന ഡേറ്റിൽ നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ ആണ്, എന്താ എങ്ങനെയാണ് അത് ആഘോഷിക്കേണ്ടത്, നമുക്ക് എന്ത് സമ്മാനമാണ് അമ്മയ്ക്ക് കൊടുക്കേണ്ടത്. ഒരാൾ ഫോൺ വിളിക്കുവാണ്, എന്താ പ്ലാൻ, എന്താ കൊടുക്കേണ്ടത്. അമ്മയ്ക്കൊരു സമ്മാനം, ബർത്ത്ഡേക്ക് സമ്മാനം കൊടുക്കാൻ മക്കൾ വീട്ടിലിരുന്ന് ആലോചിക്കുക. പെങ്ങളെ വിളിക്കുന്നു, കെട്ടിച്ചു വിട്ട ആളെ വിളിക്കുന്നു, നീ എന്താണ് കൊടുക്കേണ്ടത്. ആ വീടിൻ്റെ അകത്ത് ആ സ്നേഹമുള്ള അന്തരീക്ഷത്തിരുന്ന് ആലോചന നടക്കുക. ഞാനിങ്ങനെ ചിന്തിച്ചു, നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവവും ഒരു ആലോചന നടത്തുന്നുണ്ട്. ഈ കഷ്ടപ്പെട്ട് സഹിച്ച് ത്യാഗത്തോടെ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തർക്കും എന്താ കൊടുക്കേണ്ടത്, ഏതനുഗ്രഹത്തെ അവർക്ക് കൊടുക്കേണ്ടത്, എന്താണ് അവരുടെ ആവശ്യം. ആ മകൻ സംസാരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് നമുക്ക് മേടിച്ചു കൊടുക്കാം, അമ്മയ്ക്ക് ഇന്നതായ ഇഷ്ടം, അത് മേടിച്ചു കൊടുക്കാം. ഇഷ്ടമുള്ളത് കൊടുക്കാൻ ആലോചിക്കുന്ന മക്കൾ, അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മക്കളാണ്. സ്വർഗത്തിലെ ദൈവം നമുക്കിഷ്ടമുള്ളത്, നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്ക് തരാൻ തയ്യാറാണ്. അങ്ങനെ വിശ്വസിക്കുന്നു. എഴുതിയ കത്തിനൊരു മറുപടി പോലെ നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു നല്ല മറുപടി കിട്ടാൻ ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ ഇന്നലെയും ഇന്നും ഒത്തിരി ആളുകളെ കണ്ടു, കുറേയൊക്കെ പറ്റുന്നത് പോലെയൊക്കെ പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു കാര്യം മനസ്സിൽ വന്നു, വാഹനം ഉണ്ടാക്കുന്നത് ഓരോ കമ്പനികളാണ്, അപകടം ഉണ്ടാക്കുന്നത് കമ്പനിയല്ല, അത് ഓടിക്കുന്ന ആൾക്കാർ ശ്രദ്ധയില്ലാതെ ഓടിച്ചിട്ടാണ് വണ്ടിക്ക് അപകടം ഉണ്ടാകുന്നത്. അതിന് കമ്പനീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുപോലെ നമ്മളെല്ലാം ഓരോ ദൈവത്തിൻ്റെ സൃഷ്ടികളായ ജീവിതമാണ്. കൈകാര്യം ചെയ്യുന്നത് കറക്റ്റല്ലാതെ വരുമ്പോഴാണ്, ശ്രദ്ധയില്ലാതെ അത് കൈകാര്യം ചെയ്യുമ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. അത് വണ്ടിക്ക് മാത്രമല്ല, ജീവിതം, കുടുംബജീവിതം, ഏതു കാര്യവും. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, കൈകാര്യം ചെയ്യേണ്ടതുപോലെ അത് കൈകാര്യം ചെയ്യാനുള്ള കൃപ എനിക്ക് തരണമേ. വാഹനം ഉണ്ടാക്കുന്ന കമ്പനിയല്ല അപകടം ഉണ്ടാക്കുന്നത് ആ വണ്ടി ഓടിക്കുന്നയാൾ ശ്രദ്ധയില്ലാതെ ഓടിച്ചത് കൊണ്ടാകാം അപകടമുണ്ടാകുന്നത്. നമ്മുടെ ജീവിതം ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ഇന്നൊരു വാക്യം വായിക്കുകയാണ്. ആദ്യം സങ്കീർത്തനം 127 അധ്യായം, സങ്കീർത്തനം 127 അധ്യായം 1 വാക്യം ഒന്ന് വായിക്കുകയാണ്. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് ഒരു ഭവനം, ഒരു വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരധ്വാനിച്ചിട്ട് കാര്യമില്ല. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. ഈ വാക്യത്തിനൊരർത്ഥമുണ്ട്. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ദൈവാനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ സഹായമാണ്. ഹല്ലേലൂയ. ഈ സഹായം ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇനി 3-4 വാക്യം വായിച്ചേ,
കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, പ്ലസ് അതൊരു സമ്മാനവുമാണ്. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ, യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ, അങ്ങനെ എഴുതിയിട്ടുണ്ട്. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ, ഇതൊരു സൂചനയാണ്. അനുഗ്രഹത്തിൽ ജനിക്കുന്ന തലമുറ, അതങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട് അതിനകത്ത്. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ, ദൈവാനുഗ്രഹത്തിൽ ജനിക്കുന്ന മക്കൾ ഏതുപോലെയാണെന്നറിയാമോ? യുദ്ധവീരന്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. യുദ്ധവീരൻ്റെ കയ്യിലിരിക്കുന്ന അസ്ത്രം പോലെയാണ്. എന്താണ് ആ യുദ്ധം ചെയ്യുന്ന ആളുടെ കയ്യിൽ? യുദ്ധവീരൻ എഴുതിയിട്ടുണ്ട്. യുദ്ധവീരൻ, യുദ്ധവീരൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തേക്ക് ഒരു അസ്ത്രം എയ്താൽ അത് എങ്ങോട്ടേലും പോയി എവിടെയെങ്കിലും പോവില്ല. അത് കണ്ണിൽ കണ്ട സ്ഥലത്ത്, ലക്ഷ്യം വച്ച സ്ഥലത്തതെത്തും. അതാണ് യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രം. അങ്ങോട്ട് ചെയ്യുമ്പോൾ അത് അങ്ങോട്ട് പോയി വേറൊരാൾക്ക് ഉപദ്രവം ചെയ്യത്തില്ല, അത് ലക്ഷ്യത്തിലെത്തും. എന്ന് പറഞ്ഞാൽ എന്നറിയാമോ? നിങ്ങളുടെ മക്കൾ ദൈവാനുഗ്രഹത്തിലാണെങ്കിൽ അവർ ലക്ഷ്യത്തിലെത്തും. ഇപ്പോൾ ചില ആളുകൾ എനിക്ക് ഡോക്ടറാകണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ ആ ലക്ഷ്യത്തിൽ തന്നെ അവരെത്തും. പൈലറ്റ് ആകാനാണ് ആ കൊച്ചിന് ആഗ്രഹം, എയർ ഹോസ്റ്റസ് ആകാനാണ് ആഗ്രഹം, നേഴ്സാകാനാണ് ആഗ്രഹം, ഇന്ന സ്ഥലത്ത് പോയി പഠിച്ച് ഇന്നതുപോലെ ജീവിക്കാനാണ് ആഗ്രഹം. ദൈവാനുഗ്രഹം ഉണ്ടോ? യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രം പോലെ അത് ആ മനസ്സിൽ കണ്ട ലക്ഷ്യത്തിൽ ആ അസ്ത്രം എത്തുന്നത് പോലെ ആ വ്യക്തിയുടെ ജീവിതവും അവിടെ എത്തും. നിങ്ങളുടെ മക്കൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാകട്ടെ, മനസ്സിൽ കണ്ട ലക്ഷ്യത്തിലെത്താൻ. ഇവിടെ ഇരിക്കുന്ന ചിലർ മക്കളെ എങ്ങനെ പഠിപ്പിക്കും, അവരെ എങ്ങനെ വളർത്തും, എങ്ങനെ ഫീസ് അടയ്ക്കും എന്നൊക്കെ ഓർത്ത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുമായിരിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചോ, ദൈവാനുഗ്രഹം ഒന്ന് വരുമ്പോൾ ആ അവരുടെ ഒന്നും തെറ്റിപ്പോവുകയില്ല. അതാണ് യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രത്തിൻ്റെ പ്രത്യേകത. അതാണ് ആ വ്യക്തിയെ യുദ്ധവീരൻ എന്ന് വിളിക്കുന്നത്. ചുമ്മാ എന്തെങ്കിലും എടുത്ത് അമ്പും വില്ലും എടുത്ത് എങ്ങോട്ടേലും തെറ്റിച്ച് വിടുന്നതല്ല, കൃത്യം ലക്ഷ്യത്തിലെത്തി. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ലക്ഷ്യത്തിലെത്തണം. യുദ്ധവീരൻ്റെ കയ്യിലിരിക്കുന്ന അസ്ത്രം പോലെ അവർ ലക്ഷ്യത്തിലെത്താൻ പ്രാർത്ഥിക്കുക. അപ്പോൾ അതാ ദൈവാനുഗ്രഹമുള്ള തലമുറ, യൗവനത്തിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇല്ലേ അങ്ങനെ എഴുതിയിട്ടുള്ളത്? യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ, ദൈവാനുഗ്രഹത്തിൽ ജനിക്കുന്ന മക്കൾ എന്നുകൂടി അർത്ഥമുണ്ട്. അവർ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രം പോലെയാണ്. നിങ്ങൾക്ക് ലക്ഷ്യത്തിൽ, നിങ്ങളുടെ മക്കൾ ആരും ലക്ഷ്യത്തിലെത്താതെ പോകല്. നിങ്ങളിങ്ങനെ ഇരുന്ന് ഇങ്ങനെ ത്യാഗത്തോടെ നിലത്തിരുന്നും നിന്നും ചൂടും ആവിയും പരവേശമൊക്കെ സഹിച്ച് അവിടെ ഇരുന്നുകൊണ്ട് വെള്ളം കുടിച്ചും ഒക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഇതിനൊരു വില കിട്ടണം. നിങ്ങളുടെ മക്കൾ ലക്ഷ്യത്തിലെത്താം. നിങ്ങളോട് ചിലപ്പോൾ നിങ്ങളുടെ മക്കൾ പറഞ്ഞിട്ടുണ്ടോ, എനിക്ക് എൻജിനീയർ ആകണം, എനിക്ക് ഇന്ന രാജ്യത്ത് പോകണം, എനിക്ക് പോലീസ് ആകണം, ഡോക്ടറാകണം, നേഴ്സാകണം, എനിക്ക് സയൻറ്റിസ്റ്റ് ആകണം. എനിക്ക് ഓരോ ലക്ഷ്യങ്ങളുണ്ട് ഓരോരുത്തർക്കുണ്ട്. ഇത് പറയാൻ കാരണം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ താഴെ ചാപ്പലിൽ ധ്യാനം നടന്നുകൊണ്ടിരിക്കും. ഇവിടെ ഈ ചാപ്പലൊന്നും ആയിട്ടില്ല. താഴെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്ന് ഒരമ്മ തൻ്റെ മകളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് പറയുവാണ്, അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറയണം, ഇവളോട് നേഴ്സിംഗ് പഠിക്കാൻ പറ, എന്നാലേ ഞങ്ങളുടെ വീട് രക്ഷപ്പെടുകയുള്ളൂ. എന്നിട്ട് ഇവൾ പോയിട്ട് വേണം ഞങ്ങളുടെ വീടൊന്ന് ശരിയായി വരാൻ. പക്ഷേ ഈ വ്യക്തിക്ക് നേഴ്സിംഗ് ഒട്ടും ഇഷ്ടമല്ല. ആ വ്യക്തിയുടെ ആഗ്രഹം എയർ ഹോസ്റ്റസ് ആകണമെന്നാണ്, ഫ്ലൈറ്റിൽ ജോലി ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഈ പെൺകുട്ടി പറയുമ്പോൾ അമ്മ പറയുകയാണ്, ഇതൊക്കെ നമ്മളെ കൊണ്ടൊന്നും പറ്റൂലച്ചു, ഇവൾ ആഗ്രഹം എയർ ഹോസ്റ്റസ് ആകണമെന്നാണ്. അത് കിട്ടിയാൽ ഈ അമ്മയ്ക്ക് അറിയത്തില്ല, ഈ ഇന്ന് വരെ ഫ്ലൈറ്റോ എയർ ഹോസ്റ്റസ് എന്നാന്ന് പോലും അറിയാത്ത അമ്മയ്ക്ക്, ഇതിനെക്കുറിച്ച് ഗ്രാഹ്യമില്ലാത്ത അമ്മയ്ക്ക് അറിയില്ല ഇതെന്താണെന്ന്. അമ്മയ്ക്ക് അറിയാവുന്നത് നേഴ്സിംഗ് ആണ്. അത് പഠിച്ച അയൽവാസികളായ കുറച്ച് പേരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് അമ്മയുടെ അറിവിൽ. അതുകൊണ്ടാണ് പറയുന്നത്, ഇവളോട് നേഴ്സിംഗ് പഠിക്കാൻ അച്ഛൻ പറ, ഇവള് വേറെന്തോ ആഗ്രഹിക്കുന്നത്. ആ പെൺകുട്ടി പ്രാർത്ഥിച്ച് ഇഷ്ടമില്ലാത്ത നേഴ്സിംഗ് പഠിക്കണ്ട, നീ ആഗ്രഹിച്ചത് പഠിച്ചോ. ആ വ്യക്തി ഇവിടെ വന്നൊരു ദിവസം ആ പഠിത്തം കഴിഞ്ഞ് എയർ ഹോസ്റ്റസായി ജോലി കിട്ടി തുടങ്ങുവാണ്. പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിച്ച് പോയി.
ദൈവാനുഗ്രഹമുള്ള മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രം പോലെയാണ്. അത് മനസ്സിൽ കണ്ട സ്ഥലത്തതെത്തും. ആരും പറയത്തില്ല എനിക്കങ്ങ് നല്ല നിലയിൽ എത്തണമെന്ന് ആഗ്രഹം, എനിക്ക് എവിടെ എത്താൻ പറ്റിയില്ല, എനിക്ക് ജോലിയില്ല, എനിക്ക് നിരാശയുണ്ട്, ഡിപ്രഷൻ വരുന്നു, എൻ്റെ കൂടെയുള്ളവർക്ക് ജോലിയായി. ഈ പരാതികൾ പറയത്തില്ല. ഈ ദൈവാനുഗ്രഹം നിങ്ങൾ മേടിച്ചെടുക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ട അനുഗ്രഹവും നിങ്ങൾ മേടിച്ചെടുക്കണം. അപ്പോൾ യുദ്ധവീരൻ്റെ കൈകളിലെ അസ്ത്രം പോലെ അത് ലക്ഷ്യസ്ഥാനത്തെത്തും. എന്നിട്ടോ അങ്ങനെയുള്ള മക്കളുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് അനുഗ്രഹമാണ്. അതാണ് 5-ാമത്തെ വാക്യം. അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ അങ്ങനെയുള്ളവരെ കൊണ്ട് ജീവിതമൊക്കെ വീട് നിറയുന്നത്. അങ്ങനെ നിങ്ങളൊരു ഭാഗ്യമുള്ള മാതാപിതാക്കളാകും. നിങ്ങളുടെ മക്കൾ ഒരാളും ലക്ഷ്യത്തിലെത്താതെ, ഒന്നും ആകാതെ, ഒരു ജോലിയും കിട്ടാതെ ആകെ അലഞ്ഞു തിരിയുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. ഇപ്പോൾ തന്നെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അകത്താകട്ടെ പുറത്താകട്ടെ എവിടെ ഇരിക്കട്ടെ, നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ച്, എൻ്റെ മക്കൾ, എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി ഒന്നും ആയിട്ടില്ല, പിള്ളേരൊക്കെ എവിടെയെങ്കിലും എത്തുവോ, എന്തെങ്കിലും ആകുമോ, ദൈവാനുഗ്രഹമെന്നോ ഒന്നുണ്ടോ, ദൈവാനുഗ്രഹമെന്ന് ഒന്ന് സ്വീകരിച്ചിട്ടുണ്ടോ, അത് യുദ്ധവീരൻ്റെ കയ്യിലകത്തിരിക്കുന്ന അസ്ത്രം പോലെയാണ്. അത് ഉന്നം വച്ചിടത്തതെത്തും. മനസ്സിൽ കണ്ട സ്ഥലത്ത്, മനസ്സാഗ്രഹിച്ച സ്ഥലത്ത് ഉന്നം തെറ്റാതെ അത് എത്തിച്ചേരും. ഇതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളോട് ചില ആഗ്രഹമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇന്നതാകണമെന്നാ വലിയ ആഗ്രഹം. ഇതൊക്കെ എങ്ങനെ നടക്കാനാ നല്ല ചിന്തിക്കണ്ടേ, ഇതൊക്കെ ആരെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റൂ എന്നൊക്കെ ചിന്തിക്കേണ്ട. അതിനുള്ള വഴികളെ ദൈവം തുറന്നു തരുമെങ്കിലോ, അതിനുള്ളൊരു അനുഗ്രഹത്തെ ദൈവം ഒരുക്കി തരുമെങ്കിലോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുഖമൊക്കെ ഒന്ന് മനസ്സിൽ കണ്ട് ഒന്ന് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി. ഒരാളും ലക്ഷ്യത്തിലെത്താതെ പോകരുത്, ഒരാളും ഉഴപ്പിപ്പോകരുത്, ഒരാളും തെറ്റായ ബന്ധങ്ങളിൽപ്പെട്ട് തകർന്ന് തരിപ്പണമാകരുത്. അവർ ഉന്നം തെറ്റാതെ ലക്ഷ്യസ്ഥാനത്തെത്തണം. 1 വയസ്സായ മകനോ മകളോ ആയിരിക്കും, 5 മാസമായ ഒരു കുഞ്ഞായിരിക്കും, 2 വയസ്സാകാം, 5 വയസ്സാകാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രം പോലെ എൻ്റെ കുഞ്ഞുങ്ങളെ അങ്ങ് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കണമേ. അവർ മനസ്സിൽ ദൈവ പദ്ധതി പ്രകാരം ലക്ഷ്യസ്ഥാനത്ത് അവരെ എത്തിക്കണമേ. അങ്ങനെയുള്ള മക്കളുള്ളവർ അങ്ങനെയുള്ള ഭാഗ്യവാന്മാരായി തീരും. ഒന്ന് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. ആദ്യം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആമുഖമായി പറഞ്ഞ് ഇനി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുവാണ്. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 5 മുതലുള്ള വാക്യം ഒന്ന് വായിക്കുകയാണ്. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 5 മുതലുള്ള വാക്യം ഒന്ന് വായിക്കുകയാണ്. ഈ വാക്യം ഇതിനു മുമ്പ് ഞാൻ താഴെ ചാപ്പലിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വളരെ ചെറുതായിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വചനം ഇന്ന് പ്രസംഗിക്കുന്നത് ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്, എനിക്ക് വേണ്ടിയാണ്. ഞാനാണിത് പ്രസംഗിക്കുന്നതെങ്കിലും ഇത് ഞാനും കേൾക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പ്രസംഗിക്കുന്നത്, ഈ പ്രസംഗിക്കുന്ന എനിക്ക് വേണ്ടി കൂടി ഞാനിത് പ്രസംഗിക്കുകയാണ്. ഇതെനിക്കും ആവശ്യമാണ്. ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഒരാൾക്ക് സ്വർഗത്തിലെ ദൈവം കൊടുത്ത വാഗ്ദാനം കേട്ടെ. ആരോടാ പറഞ്ഞത്? ജോഷുവയോട് പറയുവാണ്, നിന്റെ ആയുഷ്കാലം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? എത്ര നാളാണോ ജീവിച്ച് നിങ്ങളുടെ ശരീരം പെട്ടിക്കകത്തോട്ട് വെച്ച് അടക്കുന്ന കാലമാണ് ആയുഷ്കാലം. നിന്റെ ആയുഷ്കാലത്തിലൊരിക്കലും ആർക്കും എന്നൊരു വാക്കുണ്ട്. ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന്. ആരെ? ജോഷുവയെ. ഈ വ്യക്തിയെ മാത്രം എന്തിനാ ഇങ്ങനെ അനുഗ്രഹിച്ചത്? ഈ വ്യക്തിക്ക് എന്നാ ഇത്ര പ്രത്യേകത? ഈ വ്യക്തി ഇത്രയും വലിയൊരു അനുഗ്രഹം മേടിച്ചെടുക്കാൻ എന്താ കാരണം? ഒരാളോട് സ്വർഗത്തിലെ ദൈവം പറയുവാണ്, ജോഷുവ, നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല.
നിങ്ങൾ തോറ്റു കാണണം എന്നാഗ്രഹിക്കുന്നവരുണ്ട്. തോൽപ്പിക്കുന്നവരുണ്ടോ? തോൽപ്പിക്കുന്നവരുണ്ട്. എന്ത് കളി കളിച്ചും എന്ത് കാര്യം പറഞ്ഞും മനുഷ്യരെ തിരിപ്പിച്ചും വിഷം വിതച്ചും ഇല്ലാ കാര്യങ്ങൾ പറഞ്ഞും തോൽപ്പിക്കാൻ നോക്കുന്നവരുണ്ട്. അത് ശുശ്രൂഷയിലായാലും ഉണ്ട്, ധ്യാനകേന്ദ്രത്തിലായാലും ഉണ്ട്, കുടുംബജീവിതത്തിലായാലും ഉണ്ട്, രാഷ്ട്രീയത്തിലായാലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. തോൽപ്പിക്കാൻ നോക്കുന്നവർ തോൽപ്പിക്കാൻ നോക്കും, പാരവെക്കും, ചതിക്കും. നമ്മൾ മനസ്സാ വാച അറിയാത്ത കാര്യങ്ങൾ നമ്മുടെ പേരിൽ അവർ പറയും, നമ്മളെ ഒറ്റപ്പെടുത്തും, പലരുടെയും മുമ്പിൽ നമ്മളെ പരസ്യമായി ചോദ്യം ചെയ്യും. നമ്മൾ ബലൂണ് പോലെ, ചില്ലു പാത്രം പോലെ ശരീരമല്ല, മനസ്സ് പൊട്ടിപ്പോകും. നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പോലെ തോന്നും. പക്ഷേ ഈ വാഗ്ദാനം എനിക്കും നിനക്കുമുള്ളതാണ്. ജോഷുവയോട് പറഞ്ഞു, നിന്റെ ആയുഷ്കാലത്തൊരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല. എന്താ കാരണം? ഞാൻ മോശയോട് കൂടെ എന്ന പോലെ നിന്നോട് കൂടെയും ഉണ്ടായി. ഞാൻ മോശയുടെ കൂടെ ഉണ്ടായിരുന്ന പോലെ തന്നെ നിന്റെ കൂടെയും ഉണ്ടായിരിക്കും. ഇതൊരു ഭയങ്കര സമ്പത്താകട്ടോ. ഇതെപ്പോഴാണ് പിടികിട്ടുന്നതെന്നറിയാവോ? നമ്മൾ ചില വല്ലാതെ ഒറ്റപ്പെട്ടു പോകുമ്പം ഈ വാക്യമൊക്കെ പിടികിട്ടും. വലിയ കുഴപ്പമില്ലാതെ ജീവിതം പോകുമ്പോൾ ഇത് സാധാരണ പോലെ വായിച്ചു പോകും. ഇതിനൊക്കെ എന്താ ഇത്ര പ്രത്യേകതയും തോന്നും. പക്ഷെ ചില പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പം ഈ വാക്ക് തരുന്ന ബലമുണ്ടല്ലോ, അത് പണ്ട് പറഞ്ഞ പോലെ 1000 പൊന്നാണയങ്ങൾ കൊടുത്താലും കിട്ടാത്ത ബലവും ശക്തിയുമാണ് ഈ വാക്ക് നമുക്ക് തരുന്നത്. ഇതാരെങ്കിലും ദർശനം കിട്ടി പറഞ്ഞതൊന്നും അല്ല കേട്ടോ. ഇത് സ്വർഗത്തിലെ ദൈവം നേരിട്ട് പറയുവാണ്, ഞാൻ മോശയോടുകൂടെ എന്ന പോലെ നിന്റെ കൂടെയും ഉണ്ടായിരിക്കും. നിനക്കെതിരെ കേസ് കൊടുക്കാൻ നോക്കുന്നവരുണ്ട്, കള്ളക്കേസിൽ കൊണ്ടേ കൊടുക്കുന്നവരുണ്ട്, സാമ്പത്തികമായി തകർക്കുന്നവരുണ്ട്, സാമ്പത്തികമായി ചതിക്കുന്നവരുണ്ട്, ബിസിനസ്സിനെ ഇല്ലാതാക്കുന്നവരുണ്ട്. എന്ത് ഈ വാക്ക് ശ്രദ്ധിച്ചോ? നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ഇനി ഓരോ വാക്യം കേൾക്കുകയാണ്. 6ാമത്തെ വാക്യം, ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. ഇപ്പൊ എത്ര ഒരിക്കലും നായി? നിന്റെ തൊട്ടു പുറകിൽ എഴുതിയിട്ടുണ്ട് ആർക്കും. ഇപ്പോൾ എഴുതിയിരിക്കുന്ന വാക്കാണ് ഒരിക്കലും. ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല, ഒരിക്കലും. ആ വാക്യം ഒന്ന് വായിക്കാണ്. ഒരിക്കലും നിന്നെ കൈവിടുകയില്ല, ഒരിക്കലും നിന്നെ ഞാൻ കളയത്തില്ല. ഒരിക്കലും. നമ്മളോട് അങ്ങനെ പറഞ്ഞ മനുഷ്യരൊക്കെ നമ്മളെ കൈവിട്ടു. ചിലർ നമ്മളോട് സ്നേഹത്തിൽ ഇരിക്കും, പറയും എന്നെ ഒരിക്കലും മറക്കത്തില്ല കേട്ടോ എന്ന്. അവരൊക്കെ പണ്ടേ മറന്ന് നമ്പറും ബ്ലോക്ക് ചെയ്ത് പോയി. അവരൊക്കെ പണ്ടേ ദൂരെ പോയി. അതൊക്കെ ചുമ്മാ ഒരു വാക്ക് മാത്രം, കഥയില്ലാത്ത വെറുതെ ഒരു വാക്ക് പറഞ്ഞാണ്. ഇത് അങ്ങനത്തെ മനുഷ്യൻ്റെ ചാക്ക് പോലത്തെ വാക്കല്ല. ഇതേത് വാക്കാണ്? ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവത്തിൻ്റെ വാക്ക്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും എന്നോടും ദൈവം പറയുന്ന വാക്കാണ്, ഒരിക്കലും നിന്നെ ഞാൻ കൈവിടത്തില്ല. നിനക്ക് നല്ല കാലം വരുന്ന സമയമുണ്ട്. ചിലപ്പോൾ നമുക്ക് ഗ്രാഫ് താഴെയാണ്, നമുക്ക് എല്ലാം കൊണ്ട് ദോഷമാ, എല്ലാം കൊണ്ട് നഷ്ടമായാലും ലാഭമായാലും 1000 പേര് കൂടെ നിൽക്കുന്ന സമയമായാലും എല്ലാവിധത്തിലും ഒറ്റപ്പെട്ടാലും ദൈവത്തിനൊറ്റ വാക്കുള്ളൂ, ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തെ ദൈവം കൈവിടത്തില്ല. അവിടെ ഒരു വാക്കുണ്ട്, ഒരിക്കലും. മനുഷ്യൻ പറഞ്ഞ വാക്കല്ല, അത് ദൈവത്തിൻ്റെ വാക്കാണ്. ഒരിക്കലും നിന്നെ കൈവിടത്തില്ല. ഇനി ശക്തനും ധീരനുമായിരിക്കുക, നല്ല ശക്തിയുള്ളവനും ധൈര്യമുള്ളവനുമായിരിക്കുക. ഇതാരോടാ പറഞ്ഞത്? ജോഷുവയോട് പറഞ്ഞ ശക്തനും ധീരൻ. നീ വാടിപ്പോകല്ല്, എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ തളർന്നു പോകല്ലെന്ന്. നീ ശക്തനും ധീരനുമായി. ഇവിടെ ഇരിക്കുന്ന ആരോടോ ഈ പറയുന്നത്, എല്ലാവരോടും ആയിരിക്കത്തില്ല. ചിലപ്പോൾ ഇത് ആവശ്യമുള്ള 10 പേര് ഇന്ന് ആ സാഹചര്യത്തിലായിരിക്കും. ചിലരൊക്കെ വല്ലാതെ മനസ്സുകൊണ്ട് ക്ഷീണിച്ചായിരിക്കുന്നത്. അവരോട് അവർ ശക്തനും ധീരനുമായി. നീ നിന്റെ കാലയിലാണ് നിൽക്കുന്നത്,
വേറൊരാളുടെ കാലയിലല്ല, നീ ശക്തനും ധീരനുമായിരിക്കുക. ആമേൻ. വേറൊരാളുടെ കാലയിൽ നിൽക്കണ്ട. അവന് ഇഷ്ടമുള്ളപ്പോൾ ആ കാലം കൊണ്ട് അവൻ പോവും. വീഴുന്നത് നമ്മളായിരിക്കും. വേറൊരാളുടെ കാലയിൽ നിൽക്കാനല്ല. ജോഷുവ, നീ ശക്തനും ധീരനുമായി. ആരുമാകട്ടെ, പ്രാർത്ഥനക്കാരനോ ശുശ്രൂഷക്കാരനോ സമർപ്പിതരോ കുടുംബനാഥനോ അയൽവാസിയോ ആരുമാകട്ടെ, എന്തുമാകട്ടെ, ശക്തനും ധീരനും. ഇത് രണ്ടും നമുക്ക് വേണം. ശക്തിയും വേണം, ധൈര്യവും വേണം. ശക്തിയും വേണം, ധൈര്യം. ഇന്ന് പ്രാർത്ഥന കഴിയുമ്പം നമ്മുടെ മനസ്സ്, ശരീരമല്ല വണ്ണം വയ്ക്കേണ്ടത്, നമ്മുടെ മനസ്സാണ്. വണ്ണമുള്ള ശരീരമുള്ള ആൾക്കാരുണ്ട്. പുള്ളി ഇതാ 2 മിനിറ്റ് പൊട്ടി കരയുന്നു. വലിയ ശരീരമുണ്ട്, മൊട്ടത്തോട് പോലത്തെ മനസ്സുമുണ്ട്. വണ്ണമുള്ള ശരീരത്തേക്കാൾ പ്രധാനമാണ് വണ്ണമുള്ള ആരോഗ്യമുള്ള മനസ്സ്. മനസ്സിനോട് പറ, ശക്തനും ധീരനുമായിരിക്കുക. ശക്തനും ധീരനുമായിരിക്കുക, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അവര് ചിരിക്കുമായിരിക്കും, കരയുമായിരിക്കും, കൊഞ്ഞനം കുത്തുമായിരിക്കും. നീ ടെൻഷൻ ആവണ്ട, നീ ശക്തനും ധീരനുമായിരിക്കുക. നിങ്ങൾ ഇത് ആരോടാ പറയുന്നത്? മൈക്കിലൂടെ പറയേണ്ടതല്ല, ഇത് ഞാൻ എന്നോട് തന്നെ പറയേണ്ടതാണ്. ചില സമയത്ത് ഞാൻ അധ്യാപകനും ഞാൻ തന്നെ സ്റ്റുഡൻറ്റും ആകേണ്ടതുണ്ട്. ചിലപ്പോൾ ഞാൻ തന്നെ ആയിരിക്കണം എൻ്റെ അധ്യാപകനും എൻ്റെ സ്റ്റുഡൻറ്റും, ഞാൻ തന്നെ ടീച്ചറും ഞാൻ തന്നെ ആ ക്ലാസ്സിലെ കുട്ടിയും. ഞാൻ എന്നോട് തന്നെ പറയുക, നീ ശക്തനും ധീരനുമായിരിക്കും. ഇങ്ങനെ നീ വാടിപ്പോകല്, ഇത്രയും ടെൻഷൻ വേണ്ട, കുറച്ചുകൂടെ ധൈര്യമായിട്ടിരിക്കുക. ആ വ്യക്തിയോട് പോകാൻ പറ, നീ ആ കാര്യം മൈൻഡ് ചെയ്യണ്ട. ഞാൻ തന്നെ ഒരു അധ്യാപകനും ഞാൻ തന്നെ ഒരു സ്റ്റുഡൻറ്റുമായിരുന്നു പറയുക, ശക്തനും ധീരനുമായിരിക്കുക. മോശയോടുകൂടെ എന്ന പോലെ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ഒരിക്കലും ഞാൻ നിന്നെ കൈവിടത്തില്ല. ഇത് വേറൊരാൾ പറയുന്നത് മാത്രമല്ല നിങ്ങൾ കേൾക്കേണ്ടത്. നിങ്ങളെ തന്നെ ഒരു ബെഞ്ചിലിരുത്തി, കസേരയിൽ ഇരുത്തി നിങ്ങളോട് പറയണം, ശക്തനും ധീരനുമായിരിക്കും, ധൈര്യമായിട്ടിരിക്കുക. നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടും. ഇന്ന് നിന്നെ തെറ്റിദ്ധരിച്ചോ, സത്യം നാളുകളിൽ അവർ തിരിച്ചറിഞ്ഞോളും. തള്ളിക്കളഞ്ഞ സ്ഥലത്ത് ദൈവം നിന്നെ മാനിക്കുന്നൊരു സമയം. യുദ്ധം ചെയ്യാൻ പോകണ്ട, മത്സരിക്കാൻ പോകണ്ട. കാലം തെളിയിക്കും, എല്ലാം തെളിയിക്കും. ഒന്നും മറഞ്ഞു പോകത്തില്ല. സത്യം ഉയർത്തെഴുന്നേൽക്കും. ഒന്നും മറഞ്ഞു പോകത്തില്ല. സത്യമാണോ? ഇച്ചിരി ക്ഷീണവും വിഷമവും കരച്ചിലൊക്കെ ഇന്നും ഈ മാസം വന്നെന്നിരിക്കാം. അടുത്ത മാസമാകുമ്പോൾ, 1 മാസം കഴിയുമ്പോൾ തന്നെ ഇത് തെളിഞ്ഞു വരും. സത്യം ഉയർത്തെഴുന്നേൽക്കും. കാലം അതിനെ തെളിയിക്കും, ദൈവം അതിനെ തെളിയിച്ചിരിക്കും. ശക്തനും ധീരനുമായിരിക്കുക. ഇനി ഒരു വാക്യം കൂടെ വായിക്കുവാണ്. ഈ ജനത്തിന് നൽകും. അതല്ല, ഇനി വായിക്കേണ്ടത് വചനം 7-ാം അധ്യായത്തിന്റെ അവസാനം വായിച്ച്, നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും. ഇനി ഒരു ഉറപ്പ് കൊടുക്കുക, നിന്റെ അധ്വാനങ്ങളിലെല്ലാം നീ വിജയം വരിക്കും, സക്സസ് ആവും. ഇത് ആരോട് പറഞ്ഞതാ? ദൈവമായ കർത്താവ് ജോഷുവയോട് പറയാണ്, നീ ചെയ്യുന്ന എല്ലാ കാര്യവും വിജയിക്കും, സക്സസ് ആകും. ഇനി വായിക്കേണ്ടത് 8-ാമത്തെ വാക്യം, അതിൻ്റെ അവസാനം വായിക്കുക. നീ അഭിവൃദ്ധി പ്രാപിക്കും, വിജയം വരിക്കുകയും അഭിവൃദ്ധി പ്രാപിക്കും, നീ വിജയം പ്രാപിക്കും. 9-ാമത്തെ വാക്യം, ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ല. നീ പേടിക്കണ്ട. ഇന്ന് എന്ത് വലിയ തല പോകുന്ന വിഷയമാകട്ടെ, തല പോകുന്ന വിഷയം നാളെ എന്നറിയത്തില്ല. ഇനി വലിയ പ്രതിസന്ധി വരാൻ പോവാ, എന്നെ അവർ ക്രൂശിക്കാൻ പോവാന്ന് തന്നെ ഇരിക്കട്ടെ, നീ ഭയപ്പെടണ്ട, സംഭ്രമിക്കുകയും വേണ്ട. അടുത്ത ഭാഗം, നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നീ മാനന്തവാടി പോയാലും, കോഴിക്കോട് പോയാലും, ദുബായി പോയാലും, അമേരിക്കയിൽ പോയാലും, ഓസ്ട്രേലിയയിൽ പോയാലും, ഇനി ഏത് രാജ്യത്ത് പോയാലും ഏത് നാട്ടിൽ നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. ഒരു കരമുയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറയാമോ ഹല്ലേലൂയ. ഇതാരോടാ പറഞ്ഞത്? ദൈവം ജോഷുവയോട്. ഇനി ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യം പറയാൻ പോവാണ്. ഇച്ചിരി കാര്യം മനസ്സിലാക്കണം. ഇതെല്ലാം നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ഈ ജോഷുവ എന്നെ ഇത്ര അനുഗ്രഹിക്കാൻ കാരണം, ഈ പുള്ളിക്ക് എന്നാ ഇത്ര പ്രത്യേകത? എന്തു ചെയ്തപ്പോഴാണ് ദൈവം ഇതുപോലെ അനുഗ്രഹിച്ച്? 1-2 കാര്യങ്ങൾ ചെയ്തപ്പോഴാണ്
ഇതുപോലെ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു കലവറയെ ദൈവം ജോഷുവായ്ക്ക് തുറന്നത്. അതെന്തു ചെയ്തപ്പോഴായി അനുഗ്രഹം കിട്ടിയെന്ന് അറിയണമെങ്കിൽ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഇത് ചെയ്തപ്പോഴാ ജോഷുവായെ ദൈവം ഇങ്ങനെ അങ്ങ് അനുഗ്രഹിച്ചത്. ഇത് നമ്മളും ചെയ്യുമ്പം സ്വർഗത്തിലെ ദൈവം നമ്മളെ അനുഗ്രഹിക്കാതിരിക്കുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. എന്തു ചെയ്തപ്പോഴാ? 11-ാമത്തെ വാക്യം. സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചിരുന്നു. ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് ഫേസ് ടു ഫേസ് സംസാരിച്ചിരുന്നു. അപ്പൊ ദൈവം സംസാരിക്കുമായിരുന്നു. ആരോട്? മോശയോട്. ഇതാര് കണ്ടിരുന്നു എന്നറിയാവോ? ജോഷുവ. ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. മോശയോട് ദൈവം ഇങ്ങനെ ഫേസ് ടു ഫേസ് സംസാരിക്കുന്നത്. അതിനുശേഷം മോശ പാളയത്തിലേക്ക് മടങ്ങിപ്പോകും. പിടികിട്ടിയോ? മോശ ദൈവത്തോട് സംസാരിച്ച് പ്രാർത്ഥന കഴിഞ്ഞ് മോശ അവിടുന്ന് ഇറങ്ങി കൂടാരത്തിൻ്റെ കൂടാരത്തിൽ നിന്നിറങ്ങി പാളയത്തിലേക്ക് പോകുമ്പോഴും കൃത്യം എഴുതിയിരിക്കുവാണ്, എന്നാൽ അവന്റെ സേവകനും നൂനിന്റെ മകനായ ജോഷുവ എന്ന യുവാവ് കൂടാരത്തെ വിട്ടുപോയിരുന്നില്ല. ഏത് കൂടാരത്തെ? മോശ ദൈവത്തോട് സംസാരിച്ചിരുന്ന ആ ദൈവ സാന്നിധ്യത്തിൻ്റെ കൂടാരത്തെ, നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ആ പള്ളിയിൽ നിന്ന്, ആ സ്ഥലത്തു നിന്ന് മോശ പോയപ്പോഴും ആര് പോയിട്ടില്ല? ജോഷുവ എന്ന കാർന്നോരല്ല, ജോഷുവ എന്ന വയസ്സനല്ല, ജോഷുവ എന്ന ചെറുപ്പക്കാരൻ. ആരാ പറഞ്ഞത്? 10, 65, 70 വയസ്സൊക്കെ ആകുമ്പോൾ പ്രാർത്ഥനയൊക്കെ മതിയെന്ന്. അന്നത്തെ കാലത്തൊരു ചെറുപ്പക്കാരൻ ജോഷുവ. ആൾക്ക് ചെറുപ്പം എഴുതിയിട്ടുണ്ട്. ജോഷുവ എന്ന യുവാവ്, വയസ്സായ ആളെന്നല്ല, എന്ന ചെറുപ്പക്കാരൻ, യുവാവ് ഈ കൂടാരത്തെ വിട്ടുപോകാതെ അവിടെ നിന്നു. ആരാണോ ദൈവീകമായ കാര്യങ്ങളോട് ഒട്ടി നിൽക്കുന്നത്, ചേർന്ന് നിൽക്കുന്നത്, ഒപ്പം നിൽക്കുന്നത്, ആ ജോഷുവയെയാണ് ജോഷുവയുടെ പുസ്തകത്തിൽ ഇതുപോലെ ദൈവം അനുഗ്രഹിച്ചത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങളെയും ഇതുപോലെ ദൈവം അനുഗ്രഹിച്ചിരിക്കും. നിങ്ങളും ദൈവീകമായൊരു കൂടാരത്തിനകത്താണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ സമയം ഉച്ചയാകാൻ പോകുന്ന സമയമാണ്. 100,000 കൂട്ടം പണികളും ഒക്കെയുള്ള സമയം. വീട്ടിലാണ് ഇച്ചിരി ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായി ഒന്ന് കട്ടിലെ നീണ്ടു നിവർന്ന് കിടക്കേണ്ട സമയമാണ്. ചുമ്മാ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. വെയിലാണല്ലോ, കുറച്ചു നേരം വിശ്രമിക്കേണ്ട സ്ഥലം. അന്നേരം ഇതിനകത്ത് വന്ന് കസേരയില്ല, നിലത്തിരിക്കണം, കാലൊന്നും നീട്ടിവെക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒന്ന് ഭക്ഷണം കഴിക്കാൻ പോകാൻ പറ്റുന്നൊരു സാഹചര്യമില്ല. ചിലർ ഉപവാസം എടുത്ത് ഇതിനകത്തിരിക്കുമ്പോൾ ഇത് ദൈവം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അതാ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മോശ കൂടാരം വിട്ടു പോയപ്പോഴും ജോഷുവ എന്ന ചെറുപ്പക്കാരൻ അവിടെ വിട്ടു പോയില്ല, അവിടെ തന്നെ നിന്നു. നിങ്ങളും നിങ്ങളുടെ മക്കളെ ഉണ്ടല്ലോ ദൈവീകമായ സംവിധാനത്തോട് ഇങ്ങനെ പറ്റിച്ചേർന്ന് നിർത്തണം. അതിനൊരു നിയോഗമുണ്ട് നമുക്കൊരു ആരെ നിർബന്ധിക്കുകയല്ല. നിങ്ങൾ നിങ്ങളുടെ മക്കളെ പള്ളി വിടുന്നുണ്ട്, ഭേദപാഠത്തിന്, ഇതെല്ലാം ശരി തന്നെയാണ്. പക്ഷെ സ്കൂളൊക്കെ അടയ്ക്കുമ്പം ഇവിടെ വരണമെന്ന് നിർബന്ധമില്ല. ഇതുപോലെ ആരാധിക്കുന്ന, വചനം പ്രസംഗിക്കുന്ന, പ്രാർത്ഥനയുള്ള സ്ഥലത്ത് നിങ്ങൾ കൂട്ടിക്കൊണ്ടു വന്ന് പ്രാർത്ഥിച്ചില്ലേലും അവിടുത്തെ ആ വായുവൊക്കെ ശ്വസിച്ച് അതൊക്കെ ഒന്ന് കണ്ടും കേട്ടും അവിടെയുള്ള കുഞ്ഞു ഭക്ഷണമൊക്കെ കഴിച്ച് പോകുമ്പോൾ ചില നന്മകളും അനുഗ്രഹങ്ങളും അവരുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കും. അവിടെ പറയുന്ന ദൈവവാക്കുകൾ കൊണ്ട് നിങ്ങളുടെ മക്കൾ രക്ഷപ്പെടാൻ തുടങ്ങും. മോശ അവിടെ നിറങ്ങി പാളയത്തിലേക്ക് പോയപ്പോഴും ആ ദൈവ സാന്നിധ്യമുള്ള കൂടാരത്തിൽ നിന്ന് ആര് പോയിട്ടില്ല? ജോഷുവ പോയിട്ടില്ല. നിങ്ങളും ദൈവീകമായ കാര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരാണ്, ഒപ്പം നിൽക്കുന്നവരാണ്, അടുത്ത് നിൽക്കുന്നവരാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാതിരിക്കുകയില്ല. ഈ ജോഷുവയെയാണ് അപ്പുറത്ത് സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ചത്. ഇനി ഒരു വാക്യം കൂടെ ഉണ്ട്. ഇങ്ങനെ ചേർന്ന് നിന്ന ജോഷുവയെ അനുഗ്രഹിച്ച് സംഖ്യയുടെ പുസ്തകം 27-ാം അധ്യായം 18 മുതലുള്ള വാക്യമാണ്.
ശ്രദ്ധിച്ച് വായിക്കേണ്ട ഒരു വാക്കാണ്. നമ്മൾ പറയില്ലേ, നിങ്ങൾ ഈ പ്രാർത്ഥനയായിട്ട് നടന്നാൽ നിങ്ങളുടെ പിള്ളേരൊന്നും രക്ഷപ്പെടുകയില്ല കേട്ടോ, നിങ്ങളുടെ മക്കളൊന്നും ശരിയാകത്തില്ല കേട്ടോ, നിങ്ങളിങ്ങനെ തീർത്ഥാടനം പോലെ പോയിക്കൊണ്ടിരിക്കുമല്ലേ. നിങ്ങൾ സത്യസന്ധമായിട്ടാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് നഷ്ടമാകത്തില്ല. യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രം പോലെ അവർ ലക്ഷ്യം വച്ച സ്ഥാനത്ത് ഉന്നം തെറ്റാതെ നല്ല പ്രായത്തിൽ എത്തിയിരിക്കും. ഒരാളും ഉന്നം തെറ്റി എങ്ങോട്ടേലും പോകില്ല. മനസ്സിൽ അതാ ഈ വാക്യമെല്ലാം കണക്റ്റഡാണ്. ഇനി ജോഷുവയെ അനുഗ്രഹിച്ച ഭാഗം സംഖ്യയുടെ പുസ്തകം 27-ാം അധ്യായം 18 മുതലുള്ള വാക്യം വായിക്കുകയാണ്. ഇതിനകത്ത് 2-3 വാക്കുണ്ട്. ഈ വാക്കുകളൊക്കെ പ്രധാനപ്പെട്ട ചെറിയ വാക്കുകളാണ്. ക്യാപ്സൂൾ പോലെ തോന്നുന്ന ചെറിയ കുറച്ച് വാക്കുകളുണ്ട്. നമ്മൾ വേഗത്തിൽ വായിച്ചു പോകുമ്പോൾ അത് മൂടി പോകും, ശ്രദ്ധിക്കത്തില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഓരോ വാക്കുകളും ഗൗരവമായി കണ്ടുപിടിക്കുകയാണ്. 18-ാമത്തെ വാക്യം, കർത്താവ് മോശയോട് അരുൾ ചെയ്തു. ഇപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു. ഇനി ശ്രദ്ധിക്കണം, നമ്മൾ ഓർക്കില്ലേ, ജോഷുവ കൂടാരത്തോട് ചേർന്ന് നിന്ന് ആരും കണ്ടിട്ടില്ല, പുള്ളി അങ്ങനെ എന്നിട്ട് ഒരു ഗുണം ഉണ്ടായില്ലെന്ന്. ദൈവം അത് ശ്രദ്ധിച്ചു. കൂടാരത്തോട് ചേർന്ന് നിൽക്കുന്ന ജോഷുവയെ ദൈവം പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ഇപ്പൊ പറയുവാണ്, കർത്താവ് മോശയോട് പറഞ്ഞു, നൂനിന്റെ മകനും വായിച്ചോ, നൂനിന്റെ മകനും ആത്മാവ് കുടികൊള്ളുന്നവനുമായ ജോഷുവയെ വിളിക്ക്, അവന്റെ മേൽ നിന്റെ കൈകൾ വയ്ക്കുക, അവന്റെ ശിരസിൽ നീ നിന്റെ കൈ വയ്ക്കാൻ പറഞ്ഞു. നമ്മുടെ വിളിച്ച് അവനെ അനുഗ്രഹിക്കുക. വിളിച്ച് നമുക്കുണ്ടല്ലോ ചില അനുഗ്രഹങ്ങൾ വിളിച്ചിട്ട് വരുന്ന പോലെ നമ്മുടെ അടുത്തേക്ക് വരും. വിളിച്ചിട്ട് വരുന്ന ഒന്നുപോലെ നമ്മുടെ അടുത്തേക്ക് വരും. ഇപ്പം ജോഷുവ പുറകെ നടന്നോ, എന്നെ എങ്ങനെയാലും എൻ്റെ തലയിലൊന്ന് കൈവച്ച് നിങ്ങൾ എൻ്റെ കാര്യം ഒന്ന് സെറ്റാക്കിത്താ, എനിക്ക് എവിടെയെങ്കിലും ഒന്ന് എത്തിച്ചേരണമെന്ന് ഒന്ന് പ്രാർത്ഥിക്കുക. ഒന്നും പറഞ്ഞില്ല. ഇവിടെ ദൈവം തന്നെ മുൻകൈയെടുത്ത് പറയുവാണ്, ആ കൂടാരത്തെ വിട്ടുപിരിയാതെ നിൽക്കുന്ന ആ ചെറുപ്പക്കാരനായ ജോഷുവയെ വിളിച്ച് ഒരു നിയോഗത്തോടെ അവൻ്റെ ശിരസിൽ നീ കൈവയ്ക്കുക. അതെന്തിനാണത്? ചുമ്മാ അങ്ങ് പ്രാർത്ഥിച്ചാൽ പോരെ. ഒരു നിയോഗത്തോടെ ഒരാൾ മറ്റൊരാളുടെ ശിരസിൽ കരങ്ങൾ വയ്ക്കുമ്പോൾ അത് ദൈവീക നിയോഗത്തിലാണെങ്കിൽ ചിലതവിടെ കൈമാറ്റം നടക്കും. അത് കരങ്ങളിലൂടെ ദൈവം അത് ആ വ്യക്തിയിലേക്ക് പകരപ്പെടും, കൈമാറും. എപ്പോഴും ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്, അനുഗ്രഹം കൈമാറുന്ന സ്ഥലമാണ്. ഇന്നുവരെ വചനം പ്രസംഗിച്ച് ഇവിടെ മൈക്കെടുത്തിട്ട് ഇവിടെ നിന്ന് ഇന്നുവരെ പ്രസംഗിച്ചിട്ടില്ല, നിങ്ങൾക്ക് ശാപമുണ്ടെന്ന് ഞാൻ പ്രസംഗിച്ചിട്ടില്ല, നിങ്ങളെ ദൈവം ശിക്ഷിക്കുമെന്ന് ഞാൻ പ്രസംഗിച്ചിട്ടില്ല, നിങ്ങൾക്ക് ദോഷം വരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് മുഴുവൻ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ചുമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ കണ്ടിട്ടുണ്ട് ദൈവസ്നേഹത്തെക്കുറിച്ച് പറയാൻ തുടങ്ങുമ്പോൾ ചില മനുഷ്യൻ കരയാൻ തുടങ്ങുന്നത്, ചില മനുഷ്യർ അനുദപിക്കാൻ തുടങ്ങുന്നത്, ചിലർ ദൈവത്തിലേക്ക് അടുത്തു വരുന്നത്. അവരൊന്നും അങ്ങനെ പള്ളി പ്രാർത്ഥനയായിട്ട് നടക്കുന്നവരല്ല, പക്ഷെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലായപ്പം അവർ തിരിച്ച് നടക്കുന്നത് കണ്ടിട്ടുണ്ട്. വളരെ വളരെ സ്നേഹത്തോടെ. ഞാൻ ആരെയും പേടിപ്പിക്കത്തില്ല. ഇവിടെ ഞങ്ങൾ പ്രസംഗിക്കാൻ മൈക്കെടുക്കുമ്പോൾ ഞാൻ പറയും മനസ്സിലെങ്കിലും പറയും, ഇന്ന് പ്രസംഗിക്കുന്നത് ഇവിടെയുള്ള ഒരാൾക്കും ഒരു വേദനയ്ക്കോ സങ്കടങ്ങൾക്കോ ഒരു വിഷമം തട്ടി ഇവർ പോകാനിടയാവല്. ഇവിടെ അവർ അത്ര ആഗ്രഹിച്ചു വരുമ്പോൾ, വരണ്ടായിരുന്നു പുള്ളി ഇന്ന് പ്രസംഗിച്ചത്, എൻ്റെ മനസ്സിനെ വെട്ടിമുറിക്കുന്നവരായെന്ന് പറഞ്ഞ് ആരും പോകാൻ പാടില്ല. പിന്നെയോ ആ ഒരു അനുഗ്രഹത്തിൽ, ആ ദൈവീകമായ സമാധാനത്തിൽ വേണം ഇങ്ങനെ ഇറങ്ങി, ആ കല്ലിട്ട വഴി കൂടെ ഇറങ്ങി നിങ്ങളുടെ വാഹനത്തിലേക്ക് സമാധാനത്തോടെ കയറാൻ, അങ്ങനെ യാത്ര ചെയ്ത് വീട്ടിലെത്താൻ ഇടവരണം. എൻ്റെ ഒരു വാക്ക് പോലും ഇവിടെ വരുന്ന ഒരാളെ പോലും, പാവപ്പെട്ടവനെയോ ഇടത്തരക്കാരനെയോ സമ്പന്നനെയോ ആരുമാകട്ടെ, ഒരാളെയും അത് വേദനയായി മാറുന്ന ഒന്ന് ദൈവമേ പ്രസംഗിക്കാൻ ഒരിക്കലും ഇടവരരുത്. പിന്നെയോ അവർക്ക് പ്രത്യാശ നൽകുന്ന, സമാധാനം നൽകുന്ന, ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് വചനത്തിൽ നിന്ന് കൊടുക്കാൻ
ആമേൻ. ഇടയാകണം. അത് പാട്ട് പാടുന്ന ആളായാലും പാടുന്ന പാട്ട് നിങ്ങൾക്ക് പ്രോത്സാഹനമാകുന്നതായിരിക്കണം. ഈ ആലയത്തിൻ്റെ പേര് പോലെ തന്നെ ഇത് ദോഷം പറയുന്ന സ്ഥലമല്ല, ഇത് അനുഗ്രഹം കൊടുക്കുന്ന സ്ഥലമാണ്, അനുഗ്രഹം കൈമാറുന്ന സ്ഥലമാണ്. ഞാനും നിങ്ങളും ആരും വലിയവരല്ല. ഞാൻ ഇച്ചിരി പൊക്കമുള്ള സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിലും ഞാൻ നിങ്ങളിൽ ഒരാളായിട്ട് നിന്നാണ് പ്രസംഗിക്കുന്നത്. ഞാനും നിങ്ങളും പച്ചയായ മനുഷ്യന്മാരാണ്. നമ്മളെല്ലാം ഒരുപോലെയാണ്. നമ്മൾ വെറും വിഷമം വരുന്ന, സങ്കടം വരുമ്പോൾ കരയുന്ന, ദേഷ്യം വരുന്ന സാധാരണ വെറും പച്ചയായ മനുഷ്യന്മാരാണ് ഞാനും നിങ്ങളും. നമുക്കെല്ലാം കുറവുകളുണ്ട്, നമ്മളിലെല്ലാം കുറേ അഴുക്കുകളുണ്ട്, നമ്മളെല്ലാം പാപികളാണ്. പക്ഷേ സ്റ്റിൽ ഇപ്പോഴും ഇതൊക്കെ ആണേലും ദൈവം നമ്മളെ സ്നേഹിച്ചോണ്ടായിരിക്കുന്നേ. ആ സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് നിങ്ങളിതിനകത്തിരിക്കുന്നത്. എല്ലാ വാതിലും തുറന്നല്ലേ ഇരിക്കുന്നത്. നിങ്ങളുടെ വാഹനം അവിടെ കിടപ്പുണ്ട്, വാഹനത്തിൻ്റെ താക്കോലും കയ്യിലുണ്ട്. ഈ സമയം ഇത്രയേ ഞാൻ പോവാന്ന് പറഞ്ഞ് ആൾക്കാർ താക്കോലും എടുത്ത് വണ്ടിയെടുത്ത് എന്താ പോകാത്തത്? എത്രയോ സഹോദരന്മാർ ഇവിടെയുണ്ട്, ചേച്ചിമാർ പോട്ടെ, എത്രയോ സഹോദരന്മാർ ഇവിടെയുണ്ട്. ആരെങ്കിലും ഇങ്ങനെ മണിക്കൂറോളം ഇരിക്കുമോ? ഒരു സിനിമ കാണാൻ പോയാൽ പോലും 2.5 മണിക്കൂറോ 3 മണിക്കൂറല്ലേ ഉള്ളൂ. അതിന് പോലും ഒരു ഇൻ്റർവെല്ലുണ്ട്. ഇത് ഇൻ്റർവെല്ലില്ലല്ലോ. എത്ര നേരമായി ഇരിക്കാൻ തുടങ്ങിയിട്ട് വെളുപ്പിന് 5:30 കയറി ഇരുന്ന ആൾക്കാരുണ്ട്. ഇത്രയും സമയം ഇതിനകത്ത് ഇരിക്കണമെങ്കിൽ എല്ലാ വാതിലും ഉള്ള വാതിലെല്ലാം തുറന്നിട്ടിരിക്കുന്നത്. ആരും പോവല്ലേ ഇരിക്കല്ലേ എന്നൊന്നും പറയുന്നില്ല. നിങ്ങളിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇത് നമ്മൾ കാണാത്തൊരു കാര്യം നമ്മളിവിടെ അനുഭവിക്കുന്നുണ്ട്. ദൈവികമായൊരു നിയന്ത്രണത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. അതെല്ലാം ഫീൽ ചെയ്യും. നിങ്ങളെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കേണ്ടെന്നാണ് ഏറ്റവും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നത്. ഇപ്പം പറയാ, ദൈവത്തിൻ്റെ കൂടാരത്തിൽ ഇരുന്ന ജോഷുവയെ വിളിച്ചു വരുത്തി അനുഗ്രഹിക്കുന്ന ദൈവം, വിളിച്ചു വരുത്തി. വാക്യം വായിക്കുകയാണ് അടുത്തത്. ഒന്നും കൂടി ആദ്യം വായിക്കുക, 18-ാമത്തെ വാക്യം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, നൂനിന്റെ മകനും, കൃത്യം പറയുവാണ്, ഇന്നയാളുടെ മകൻ, നൂനിന്റെ മകനും ആത്മാവ് കുടികൊള്ളുന്നവനുമായ ജോഷുവയെ വിളിച്ച് അവന്റെ തലയിൽ നീ കൈവച്ച് പ്രാർത്ഥിക്കുക എന്നാരോട് പറഞ്ഞു? മോശയോട് പറഞ്ഞു. ഇനി എന്താ പറഞ്ഞ അടുത്ത ഭാഗം? പുരോഹിതനായ എലയാസറിന്റെയും സമൂഹത്തിന്റെയും മുമ്പിൽ നിർത്തി. അവിടെ ഒരു വാക്കുണ്ട്, സമൂഹത്തിന്റെയും മുൻപിൽ, പുരോഹിതന്മാരുടെയും. പുറകിൽ നിർത്തിയെന്നാണോ മുമ്പിൽ നിർത്തിയെന്നാണോ? മുമ്പിൽ നിർത്തി. എല്ലാവരും ആ വാക്കൊന്ന് മനസ്സിൽ കേട്ടെ. മുമ്പിൽ നിർത്തി. കൂടാരത്തെ വിട്ടുപിരിയാതെ നിന്നവനെ ദൈവം പുറകിലല്ല നിർത്തിയത്, മുൻപിൽ നിർത്തി. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ, യുവതീയുവാക്കൾ, പ്രാർത്ഥിക്കുന്ന നിങ്ങളെ നാളുകളിൽ സാമ്പത്തികത്തിൻ്റെ കാര്യമായാലും, ശുശ്രൂഷയുടെ കാര്യമായാലും, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമായാലും, കല്യാണത്തിൻ്റെ കാര്യമായാലും ദൈവം നിങ്ങളെ നിർത്താൻ ഉദ്ദേശിക്കുന്നത് ആരുടെയും പിറകിലൊന്നുമല്ല, പലരുടെയും മുൻപിലായിരിക്കും. ആ വാക്കൊണ്ടൊന്ന് വായിച്ചേ ഒന്നും കൂടെ. പുരോഹിതനായ ഏലയാസറിന്റെയും സമൂഹം, ഒരുപാട് ആൾക്കാരുണ്ട്, സമൂഹത്തിന്റെയും മുൻപിൽ നിർത്തി. ആരെയാ മുമ്പിൽ നിർത്തിയത്? അപ്പുറത്തൊരു ജോഷുവയുണ്ട്. ദൈവം സംസാരിച്ചപ്പോൾ ആ കൂടാരത്തെ വിട്ടുപിരിയാതെ നിന്ന ചെറുപ്പക്കാരൻ, യുവാവിനെയാണ് ഇപ്പോൾ സമൂഹത്തിൻ്റെ മുമ്പിൽ, പുരോഹിതന്മാരുടെ മുമ്പിൽ, അനേകരുടെ മുമ്പിൽ ഇപ്പോൾ ദൈവം നിർത്തിച്ചത്. കരങ്ങൾ വച്ചത് പുറകെ നിർത്താനല്ല, മുമ്പിൽ നിർത്താനാ. അയ്യോ, ജോഷുവ പറഞ്ഞില്ലല്ലോ എന്നെ മുമ്പിൽ നിർത്ത്, എനിക്ക് കഴിവുണ്ട്, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തോളാം, എനിക്ക് അതിനുള്ള പ്രാപ്തിയുണ്ട്, സാമർഥ്യമുണ്ടെന്നൊന്നും പറയാൻ പോയില്ല. എന്നെ മുന്നിൽ നിർത്തണമെന്ന് പറഞ്ഞ് ഒരു കളി കളിക്കാനും പോയില്ല, ഒരു രാഷ്ട്രീയത്തിനും പോയില്ല, ആരോടും പറഞ്ഞുമില്ല, ശുപാർശ ചെയ്തുമില്ല. നിങ്ങൾ ആ പുള്ളിയോടൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒന്ന് അവിടെ കയറ്റി നിർത്ത്. ഇല്ല, ദൈവം മുൻകൈ എടുക്കുന്നു. നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ നാളുകളിൽ പലരുടെയും മുമ്പിൽ നിൽക്കാൻ ദൈവം മുൻകൈ എടുക്കുന്നത് ആത്മാവിൽ അത് അനുഭവിച്ചറിഞ്ഞു വേണം ഇന്ന് ആരാധിക്കാനും പ്രാർത്ഥിക്കാനും.
മുൻപിൽ നിർത്തി. വാക്യം വായിക്കാം. മുൻപിൽ നിർത്തി അവർ കാൺകെ. രണ്ട് വാക്കുണ്ട്. മുമ്പിൽ നിർത്തി അവർ കാൺകെ. അവരെല്ലാവരും കാണുക എന്ന് പറഞ്ഞാൽ കാണത്തക്ക വിധം. നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്ന നിങ്ങളെ, ദൈവത്തെ സത്യസന്ധമായി ആരാധിക്കുന്ന നിങ്ങളെ, ഈ വചനം ഇങ്ങനെ ആത്മാവിൽ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെ വിമർശിച്ച പലരും കാണുക. നിങ്ങളുടെ വീടിരിക്കുന്നതിൻ്റെ ചുറ്റുവട്ടത്തുള്ള നിങ്ങളുടെ അയൽവാസികൾ കാണുക. നിങ്ങളുടെ പള്ളിയിലെ ആ ഇടവകയിലെ ആളുകൾ പലരും കാണുക. പലരും നോക്കി നിൽക്കുമ്പം ദൈവം വിളിച്ച് അനുഗ്രഹിച്ച് മുമ്പിൽ നിർത്തും. ഇങ്ങനെയൊക്കെയുള്ള നല്ല അനുഭവങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഇന്നല്ലെങ്കിൽ നാളെ പറയാൻ ഇടവരും കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ചിന്തിക്കും, ഈ പുള്ളിനെ മാത്രം എന്താ ഇങ്ങനെ ചെയ്തത്, ഈ പുള്ളി എന്ത് ചെയ്തിട്ടാണ് ഇങ്ങനെ മുമ്പിൽ കയറ്റിയത്, ഈ പുള്ളിനെ ദൈവം മാത്രം ഇങ്ങനെ അനുഗ്രഹിക്കാൻ എന്താ കാരണം? ജോഷുവ അപ്പുറത്ത് ദൈവ സാന്നിധ്യത്തിൻ്റെ കൂടാരത്തെ വിട്ടുപിരിയാതെ നിന്നു. സാധ്യമാണോ പ്രിയപ്പെട്ടവരെ? ഇതൊക്കെ എല്ലാവർക്കും പറ്റുന്നതല്ല. നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാനും ദൈവിക കൂടാരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ വാളെടുക്കും, നമ്മുടെ വീട്ടിലുള്ളവർ തന്നെ വിമർശിക്കും. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? നിങ്ങൾക്ക് എന്തിനാ ഇത് എന്നും പോകുന്നത്? ഇവിടെയെങ്ങാനും ഇരിക്കുക, എങ്ങോട്ടാണ് എഴുന്നള്ളുന്നത്? നമ്മളെ എത്ര പേര് ഉള്ളുകൊണ്ട് പരിഹസിക്കുന്നുണ്ടെന്നറിയാമോ? എത്രയോ പേർ നമ്മളെ കളിയാക്കുന്നുണ്ടെന്നറിയാമോ? അതിന് വലിയ മുഖവിലയ്ക്ക് എടുക്കണ്ട കേട്ടോ. നിങ്ങളെ സ്നേഹത്തോടെ കാണുന്നൊരു ദൈവമുണ്ട്. നിങ്ങളെ അതിന് ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ ഗൗരവത്തോടെ കാണുന്ന, ബൈബിളിൽ ഒരു വാക്കുണ്ട്, സ്വർഗത്തിൽ നിന്ന് ദൈവം ഭൂമിയിലേക്ക് നോക്കുന്നു, ദൈവത്തെ തേടുന്ന മനുഷ്യരുണ്ടോ എന്നറിയാൻ. അത് സ്വർഗത്തെ സന്തോഷിപ്പിക്കും. ഒന്നും കൂടെ ആ വാക്യം വായിച്ചേ, ഒന്നും കൂടെ ആദ്യം തൊട്ട് വായിക്ക്. പുരോഹിതനായ എലയാസറിന്റെയും സമൂഹത്തിന്റെയും മുൻപിൽ നിർത്തി. ഞാൻ ആ വാക്ക് ഭയങ്കര ഗൗരവത്തോടെ എൻ്റെ ബൈബിളിൽ വരച്ചിട്ടുണ്ട്. മുൻപിൽ നിർത്തി. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇപ്പം പലരുടെയും പുറകിലായിരിക്കും. പലരുടെയും പുറകിലാക്കിയവരുണ്ട്, പുറകിലായിപ്പോയവരുണ്ട്. എന്നോട് ഒരാൾ ഭയങ്കരമായ ഒരു വിഷമം പറഞ്ഞു, ഞങ്ങൾ സാമ്പത്തികമായി ഒത്തിരി പുറകിലാണച്ചോ. സാമ്പത്തികമായി പിറകിലായാലും ഭാരപ്പെടേണ്ടെന്നേ. നീ ദൈവത്തെ വിളിക്കുന്ന ഒരാളല്ലേ, ദൈവത്തിന് പദ്ധതിയുണ്ട് പലരുടെയും മുമ്പിൽ സാമ്പത്തികമായി നിന്നെ അനുഗ്രഹിച്ച് മുമ്പിൽ നിർത്താൻ. അയ്യോ, എൻ്റെ പിള്ളേരുടെ കാര്യമൊക്കെ എങ്ങനെ നടത്തും? എല്ലാവരുടെയും മുമ്പിൽ അഭിമാനത്തോടെ അത് നടത്തും. മുമ്പിൽ നിർത്തി. കുറേ പ്രാവശ്യം ഇത് പറയണം. എന്നെ ജോഷുവയെ മുമ്പിൽ നിർത്തിയ പോലെ എന്നെയും ദൈവം മുമ്പിൽ നിർത്തും. എന്നെ ദൈവം ഇത്ര ആൾക്കാരുടെ മുമ്പിലല്ലേ നിർത്തിയിരിക്കുന്നത്? ഇത്രയും ആളുകളുടെ മുമ്പിൽ ആ ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിച്ചത് കൊണ്ടും ആ വചനം എടുത്തത് കൊണ്ടുവാ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായത്. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കാണുക പോലും ഇല്ലായിരിക്കും. ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങൾ അറിയുക പോലുമില്ലായിരിക്കും. ഞാനിങ്ങനെ ജീവിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങൾ അറിയാൻ കാരണം ഒരുപക്ഷേ അല്ല, സത്യമാണ്. ഈ വചനത്തെ സ്നേഹിച്ചത് കൊണ്ടും ഈ വചനത്തെ വിശ്വസിച്ചത് കൊണ്ടുമാണ് ഇന്ന് നിങ്ങളെപ്പോലെ ശ്രേഷ്ഠരായ അറിവുള്ളവരുടെ അനേകരുടെ മുമ്പിൽ ദൈവം എന്നെ നിർത്തിയത്. അനേകരുടെ മുമ്പിൽ നിർത്തി. അടുത്തതോ, അവർ കാണുക നീ അവനെ നിയോഗിക്കണം. ആ വാക്ക് കണ്ടോ? നിയോഗിക്കണം. ദൈവത്തിൻ്റെ കൂടാരത്തെ വിട്ട് പിരിയാതെ നിന്നവനെ ദൈവം നിയോഗിച്ചുയർത്തിയത് കണ്ടോ? നിങ്ങളും ഇത് ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കുന്നതും സമയം മാറ്റിവെച്ചതൊന്നും നഷ്ടക്കച്ചവടമല്ല. ഇതിനൊക്കെയും ദൈവത്തിൽ നിന്ന് പ്രതിഫലമുണ്ട്. പിടികിട്ടുന്നോ? ഇതൊക്കെ പല പ്രാവശ്യവും ചിന്തിച്ച് എടുത്തിത് വായിച്ച് പഠിച്ചിത് എടുക്കണം കേട്ടോ. ഇത് പിന്നെ ആരും പറയണ്ട, നീ പ്രാർത്ഥിക്കാനൊന്നും ആരും പറയണ്ട. നമ്മൾ പ്രാർത്ഥിച്ചിരിക്കും. അത് നമ്മുടെ ബോധ്യമാണ്, അത് നമ്മുടെ അനുഭവമാണ്. ഹല്ലേലൂയ. ഇനി എന്ത് സംഭവിച്ചു? 21-ാമത്തെ വാക്യം. അവൻ പുരോഹിതനായ എലയാസറിന്റെ മുമ്പിൽ നിൽക്കണം. എലയാസർ അവന് വേണ്ടി ഉറീം വഴി കർത്താവിന്റെ തീരുമാനം അന്വേഷിച്ചറിയും. ഇനി 22-ാമത്തെ വാക്യം. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അതേപോലെ പ്രവർത്തിച്ചു. കൂടാരം വിട്ടുപിരിയാത്ത ജോഷുവ എവിടെ എത്തിച്ചു? അവൻ ജോഷുവയെ വിളിച്ച് പുരോഹിതനായ എലയാസറിന്റെയും സമൂഹത്തിന്റെയും മുമ്പിൽ നിർത്തി അവന്റെ തലയിൽ കൈവച്ച് അവനെ അനുഗ്രഹിച്ച് ഉയർത്തി.
ഇത് ഇന്നും സംഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇത് നിങ്ങളിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളിലും സംഭവിക്കട്ടെ. ഇന്ന് ഒരു സഹോദരി പറഞ്ഞു, എൻ്റെ മകൻ ഇന്നിവിടെ വന്നിട്ടില്ല, പക്ഷേ എൻ്റെ തലയിൽ കൈവച്ച് എൻ്റെ മകനുള്ള ഒരു അനുഗ്രഹത്തെ തന്നുവിടണമെന്ന്. ഞാൻ പറഞ്ഞു, അതെങ്ങനെയാണ്? ഇത് കൂട്ടിയിട്ട് തരാൻ പറ്റുമോ? എങ്ങനെയാണ് അവരുടെ മകനുള്ള അനുഗ്രഹം പ്രാർത്ഥിച്ച് എനിക്ക് തന്നുവിടണമെന്ന്? അതൊരു വിശ്വാസമാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളിവിടെ വന്നില്ലെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുള്ള അനുഗ്രഹത്തെ നിങ്ങൾ പ്രാർത്ഥിച്ച് മേടിച്ചുകൊണ്ട് പോകണം. നിങ്ങൾ ചെല്ലുമ്പോഴും ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് അല്ലെ നാളെ ചെല്ലുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൈ പിടിച്ചിട്ട്, കർത്താവേ, അവിടെ നിന്ന് കിട്ടിയ അനുഗ്രഹത്തെ, എൻ്റെ മേൽ കിട്ടിയ അനുഗ്രഹത്തെ എൻ്റെ തലമുറയിലേക്ക് ഞാൻ കൈമാറി പ്രാർത്ഥിക്കുന്നു. ഇതിങ്ങനെ ഒരു വിളക്കേന്ന് അടുത്ത വിളക്ക് കത്തുന്നത് പോലെ അനുഗ്രഹം ഇങ്ങനെ കൈമാറി പോകും. ഈ വിളക്ക് ഇതൊരു മെഴുകുതിരിയാണ്. ഇതിലിപ്പോൾ ഇത് തിരി കത്തിയിട്ടില്ല, പക്ഷെ ഇവിടെ കത്തുന്ന ഒരു മെഴുകുതിരിയുണ്ട്. ഇതിപ്പോൾ ഇത് കത്തിച്ചെടുത്ത് ഇതിൽ തീ വന്ന് ഇത് കൈമാറി. ഇതുപോലെ തന്നെ അനുഗ്രഹം എന്ന വെളിച്ചവും നമ്മൾ സ്വീകരിച്ചത് അടുത്തയാളിലേക്ക് കൊടുക്കും. ഞാൻ നിങ്ങളോട് പറയുന്ന എൻ്റെ ഒരു ബോധ്യമാകട്ടോ. ഇപ്പോൾ മോശയോട് പറഞ്ഞത്, നീ അവനെ മുമ്പ് നിർത്തി എന്തിനാ കൈ വയ്ക്കണമെന്ന് പറഞ്ഞത്? അല്ല, പ്രാർത്ഥിച്ചങ്ങ് വിട്ടാൽ പോരെ? കവളയിലൊന്ന് തൊട്ട് വിട്ടാൽ പോരെ? അല്ല, കയ്യാലൊന്ന് പിടിച്ചാൽ പോരെ? അല്ലല്ല, നീ അവൻ്റെ ശിരസിൽ കൈ വയ്ക്കണം. തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നതിന് അനുഗ്രഹമുണ്ട്. നമ്മളെക്കാൾ മൂത്ത ഒരു പ്രായമുള്ള ഒരാൾ തന്നെ നമ്മുടെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹമാണ്. ഞാനൊരു ഭവനത്തിൽ ചെന്നപ്പോൾ ആ വീട്ടിലെ ഒരാൾ, ഞങ്ങൾ ആ വീട്ടിൽ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ആ വീട്ടിലെ കുടുംബനാഥൻ എൻ്റെ തലയിൽ കൈവച്ച് പറയുക, ദീർഘായുസ്സുണ്ടാകട്ടെ എന്ന്. എൻ്റെ തലയിൽ കൈവച്ച് എനിക്കത് പോകുന്ന കുറേ മണിക്കൂറുകളുടെ അനുഭവമായിരുന്നു. ആ വീട്ടിലെ ആൾ സ്നേഹത്തോടെ ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, എൻ്റെ തലയിലും തൊട്ട് നിങ്ങൾക്ക് ദോഷമൊന്നും വരട്ടെ, നിങ്ങൾക്ക് ഒത്തിരി ആയുസ്സുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതൊരു അനുഗ്രഹമാണ്. നമ്മളെക്കാൾ പ്രായത്തിൽ മൂത്ത ഗുരുക്കന്മാരുടെ പ്രാർത്ഥനയിൽ നിൽക്കുന്നവരുടെ അനുഗ്രഹം നമ്മളെ തളർത്തത്തില്ല, അത് വളർത്തിക്കൊണ്ടേയിരിക്കും. അനുഗ്രഹമുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പോകാനിടയായാൽ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോകല്. നമ്മൾ ചോദിച്ചു വാങ്ങണം, ബ്രദർ അല്ലെങ്കിൽ ഫാദർ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ആ അനുഗ്രഹം ആ മനുഷ്യനിൽ നിന്ന് മേടിച്ചെടുക്കണം. അത് നമുക്കുള്ള അനുഗ്രഹമായിട്ട് മാറും. അനുഗ്രഹത്തെ എല്ലാവരുടെ കയ്യിലും നമ്മുടെ അനുഗ്രഹമില്ല. എന്നാൽ ചില മനുഷ്യരുടെ കയ്യിൽ നമുക്കുള്ള അനുഗ്രഹത്തെ ദൈവം കൊടുത്തേൽപ്പിച്ചിരിക്കുന്നത് നിയോഗമുള്ള ചില മനുഷ്യന്മാരുടെ കയ്യിലാണ്. ചില ആൾക്കാരുടെ കയ്യിലാണ് നമ്മുടെ അനുഗ്രഹം ഇരിക്കുന്നത്. അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. നിങ്ങൾ പിടികിട്ടുന്നുണ്ടോ? ഞാനിത് പറയാൻ കാരണം, ഇപ്പോൾ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇവിടെ ഉണ്ട്. ഇതാരും ഡെവലപ്പ് ചെയ്തെടുത്തൊന്നുമല്ല. ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല നിങ്ങൾ തലേ കൈവച്ച് പ്രാർത്ഥനയ്ക്ക് ഇവിടെ വരണം. ഒരാളും എല്ലാവരും പോകുന്നവരൊക്കെ പൊക്കോ, സമയമാകും പൊക്കോ. എന്നാലും 5 മണി വരെ ആൾക്കാർ ഇവിടെ നിൽക്കുവാണ് പ്രാർത്ഥന സ്വീകരിക്കാൻ. എങ്ങനെയാണ്? ഞങ്ങളൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കേണ്ടെന്ന്. ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട, ജനറലായിട്ടങ്ങ് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അതെങ്ങനെയാണ്? എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോകാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അച്ഛൻ ഇത് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി, അങ്ങനെ ചെയ്യരുത്, അത് ചെയ്യരുത്. ഈ ഇവിടെ വന്നിരിക്കുന്ന ആളുടെ പലരുടെയും ഒരു അനുഗ്രഹം ചിലപ്പോൾ ദൈവം എൻ്റെ ഈ സാധാരണ മനുഷ്യൻ എൻ്റെ കയ്യിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഇങ്ങനെ ആശീർവദിച്ച് പോയാൽ അതവർക്ക് കിട്ടാതെ പോകും. ഞാൻ അവിടെ തന്നെ നിന്ന് ഒരു 2-3 മിനിറ്റ് നിന്നു. എന്നോട് അച്ഛൻ പറഞ്ഞു, ഇങ്ങനെയൊന്നും പ്രാർത്ഥിക്കേണ്ട, എല്ലാവരുടെയും തലയിലൊന്നും ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, ജനറലായി പ്രാർത്ഥിച്ചു പോയാൽ മതി. ഞാൻ ഒന്നും പറഞ്ഞില്ല. പിന്നീട് അച്ഛനൊന്നും പറഞ്ഞില്ല കേട്ടോ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ 1.5 മണിക്കൂറുകൾ കഴിഞ്ഞ്. ഇതുപോലെ തന്നെ വേറൊരു സ്ഥലത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വരം കേട്ടതാണ്. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഒരുപാട് ആൾക്കാരുണ്ട്, അതുകൊണ്ട് തൊട്ട് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. എന്താണ് തൊട്ട് വിടുക എന്ന് പറഞ്ഞാൽ? ഇങ്ങനെ 10 മിനിറ്റ് കൊണ്ട് തീരും. ഞാൻ അങ്ങനെ ഒരു 5-6 പേരെ തൊട്ടൊക്കെ വിട്ടു. അപ്പം തന്നെ അവിടെ നിൽക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്. മനസ്സിൽ അങ്ങനെ കേൾക്കും, അങ്ങനെ ചെയ്യാൻ പാടില്ല. 10 പേരുടെ തലയിലെ കൈവച്ചുള്ളോ, അതേറ്റവും ആത്മാർത്ഥതയോടെ
2 കൈയും വെച്ച് പ്രാർത്ഥിക്കുക. ഇതാണ് മോശയോട് പറഞ്ഞത്, നീ അവൻ്റെ ശിരസിൽ കൈവയ്ക്കുക, 2 കൈയും വെച്ച് പ്രാർത്ഥിക്കുക. ഈ ജോഷുവയെയാണ് ദൈവം അനുഗ്രഹിച്ച് ഉയർത്തിയത്. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ 1-2 കാര്യങ്ങൾ കണ്ടു. മോശ ദൈവത്തോട് സംസാരിച്ചിരുന്നു അല്ലേ? ഇത് ജോഷുവ കണ്ടോണ്ടിരുന്നു. മോശ കൂടാരത്തിൽ നിന്നിറങ്ങി പാളയത്തിൽ പോയപ്പോഴും ജോഷുവ എന്ന യുവാവ് ആ പാളയം വിട്ടു പോയില്ല, അവിടെ തന്നെ ഇരുന്നു. പിന്നീട് വാക്യം വായിക്കുകയാണ്, ആ ജോഷുവയെ വിളിച്ച് വരുത്തി പുരോഹിതനായ എലയാസറിൻ്റെയും സമൂഹത്തിൻ്റെ മുമ്പിൽ നിർത്തി എല്ലാവരും കാണുക ജോഷുവയെ അനുഗ്രഹിച്ച് ഉയർത്തി. ഈ ജോഷുവയോട്, ആ ജോഷുവയുടെ പുസ്തകം 1-5 വാക്യം പറഞ്ഞ്, കൂടാരത്തെ വിട്ടുപിരിയാതിരുന്ന ജോഷുവയോട് പറഞ്ഞു, നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഞാൻ മോശയോടുകൂടെ എന്ന പോലെ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നീ ശക്തനും ധീരനുമായിരിക്കുക. ഒരിക്കലും പേടിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യരുത്. നീ ചെയ്യുന്ന എല്ലാ കാര്യവും വിജയിക്കും. ഒന്നൊരു കരം ഉയർത്തി ഒന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. ശബ്ദമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ. അപ്പോൾ ഒരു കാര്യം കേട്ടു, പ്രാർത്ഥിക്കുന്നവനെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനെ എല്ലാവരുടെ മുമ്പിൽ താഴ്ത്തു എന്നല്ല കേട്ടെ, എല്ലാവരുടെയും മുമ്പിൽ അനുഗ്രഹിച്ചുയർത്തു എന്നാണ്. ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് കേട്ടോ. പ്രസംഗിച്ച് കഴിഞ്ഞില്ലെങ്കിലും ഈ വാക്യം പറയുമ്പോൾ എല്ലാവരും നിങ്ങൾ മക്കൾക്ക് വേണ്ടി, കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശുദ്ധ ഗ്രന്ഥം പറയുവാണ്, യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രം പോലെയായി നിങ്ങളുടെ മക്കൾ മാറുമെന്ന്. എനിക്കിത് എത്ര വായിച്ചിട്ടും മനസ്സിലായില്ല. യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രം പോലെ മക്കളായിട്ട് എന്താ കാര്യം? പിന്നീടാണ് മനസ്സിലായത്, യുദ്ധം ചെയ്യാൻ കഴിവുള്ളവൻ്റെ കയ്യിൽ ഒരൊറ്റ അസ്ത്രം പോലും ലക്ഷ്യത്തിലെത്താതെ പോകത്തില്ല. അവൻ കണ്ടെടുത്ത് അതെത്തും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളോട് ചില സ്വപ്നങ്ങൾ പറഞ്ഞിട്ടില്ലേ? ചില നിയോഗം വെച്ച് പ്രാർത്ഥിക്കണമെന്നൊക്കെ കളിതമാശയായിട്ടേലും പറഞ്ഞിട്ടുണ്ടാവില്ലേ? അവിടെ അത് വെച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ കുഞ്ഞുങ്ങൾ അവർ മനസ്സിൽ കണ്ട സ്ഥലത്തെത്തണം. വെറുതെയാലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പറഞ്ഞു, എനിക്ക് ഡോക്ടറാകണമെന്ന് ആഗ്രഹം, അവിടെ തന്നെ എത്തണം. എൻ്റെ കൊച്ചു നേഴ്സാകാൻ, അവിടെ തന്നെ എത്തണം. എൻ്റെ കുഞ്ഞു ശുശ്രൂഷകനാകാൻ പറഞ്ഞവരുണ്ടോ, അവിടെ തന്നെ എത്തണം. യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രം പോലെ ഒരെണ്ണം തെറ്റി അങ്ങോട്ടോ ഇങ്ങോട്ടോ വഴി തെറ്റിപ്പോകത്തില്ല. അത് ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമാണ്. ഹല്ലേലൂയ. സാധ്യമാകുന്നവർ എല്ലാവരും ശ്രദ്ധിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങൾക്ക് എഴുന്നേക്കാൻ ആഗ്രഹമുള്ളവർ എഴുന്നേറ്റാൽ മതി. എങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. പക്ഷെ എഴുന്നേക്കാൻ ഈ പാവപ്പെട്ട ഒത്തിരി പേര് ഇവിടെ ഇരിപ്പുണ്ട്, കൈയും കാലും ഒക്കെ ഉണ്ടോയെന്ന് പോലും അറിയത്തില്ല. മിക്കവാറും മരവിച്ച് അതാകെ ഒരു വടി പോലെ ആയിട്ടുണ്ടാകും. ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ ഒരു രക്തഓട്ടമൊക്കെ കിട്ടി കുറച്ച് ആശ്വാസം കിട്ടും. ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? സാധിക്കുന്നവർ മതി. ഇരിക്കുന്നവർ അങ്ങനെ തന്നെ ഇരിക്കാൻ മനസ്സ് അങ്ങനെ തന്നെ ഇരുന്ന് ഒരു കുഴപ്പമില്ല. ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. കർത്താവേ, ഞങ്ങളിന്ന് കേട്ട ഈ വചനം പെട്ടെന്നങ്ങ് കേട്ടേച്ച് അത് വണ്ടി സ്റ്റാർട്ടാകുമ്പോഴേ മറന്നു പോകുന്ന വിധത്തിലാകാതിരിക്കട്ടെ. ഉച്ചയ്ക്ക് നേർച്ച ഭക്ഷണം കഴിച്ച് പോകുമ്പോൾ എന്തുവാ ഇന്ന് കേട്ടത് ദൈവമേ, എന്തോ പുള്ളി പ്രസംഗിച്ചായിരുന്നല്ലോ, അങ്ങനെ ആകാതിരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയത്തെ മനസ്സിനകത്തൊരു ബുക്കുണ്ട്. ആ ബുക്കിനകത്ത്, ആ കമ്പ്യൂട്ടറിനകത്ത് അത് സേവ് ചെയ്ത് വെക്കണം. ഹാർഡ് ഡിസ്കിനകത്ത് സേവ് ചെയ്യുന്ന പോലെ ഈ കേട്ട വചനം ഒന്ന് സേവ് ചെയ്ത് വെച്ച് ഒന്ന് കണ്ണുകളെ അടച്ച് നിങ്ങളെ സമ്മതിക്കുന്നു കേട്ടോ. നിങ്ങളെ വളരെ ബഹുമാനത്തോടെ കാണുവാണ്. എത്ര നേരമായി ത്യാഗത്തോടെ ഈ വചനത്തിൻ്റെ മുമ്പിൽ ഇരുന്നത്. ജോഷുവയെ കണ്ട ദൈവം നിങ്ങളെയും കാണുന്നുണ്ട് കേട്ടോ. നാളെ നിങ്ങളെ ഓർത്ത് നിങ്ങളുടെ വീടിനകത്ത് ചില ദൈവാനുഗ്രഹങ്ങൾ കയറി വരികയില്ലെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ കൊടുക്കുന്നത് ഒരു വില തന്നെയാണ്. ഞാനിത് എപ്പോഴും പറയും, നമ്മളൊക്കെ ഈ 10 സെക്കൻഡ് നോക്കുമ്പോൾ ഫോൺ എടുത്ത് വാട്സപ്പ് ആരാ മെസ്സേജ് അയച്ചതെന്ന് എപ്പോഴും നോക്കുന്ന ആൾക്കാരാ. ഇതിനകത്തിരിക്കുമ്പോൾ എത്ര മണിക്കൂറാ ആ ഫോൺ സൈലൻ്റ് ആക്കി വെച്ച് ഈ വചനത്തിൻ്റെ മുമ്പിൽ ഇരുന്നത്. അത് തന്നെ ഒരു വലിയ വിലയാണ്. 5 മിനിറ്റ് ഇടപെട്ട് ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോ, യൂട്യൂബിൽ എന്നാ ഉള്ളത്, വാർത്ത എന്നാ ഉള്ളത്, ഒരു പാട്ട് നമ്മൾ എപ്പോഴും താഴെ വെക്കാത്തൊരു സംഭവമാണ് മൊബൈൽ ഫോൺ. അതുപോലും കീശയിലോ ബാഗിലോ ഒക്കെ ഇട്ട് രാവിലെ തൊട്ട് ഉച്ച വരെ അതൊക്കെ നോക്കാതെ, മെസ്സേജ് അയച്ചോ ഒന്നും നോക്കാതെ
അതൊക്കെ മാറ്റിവെച്ച് ഇങ്ങനെ ഇരിക്കണമെങ്കിലുണ്ടല്ലോ, അത് തന്നെ ചെറിയ കാര്യമല്ല, അത് വലിയ കാര്യമാണ്. നിങ്ങൾ കൊടുക്കും ദൈവത്തിനും ദൈവവചനത്തിനും കൊടുക്കുന്നത് ഒരു വലിയ വിലയാണ്. നിങ്ങൾ തോറ്റുപോകാൻ, നഷ്ടപ്പെട്ടു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ശ്രദ്ധിച്ചേ, ജോഷുവയെ ദൈവം എന്താ ഇങ്ങനെ അനുഗ്രഹിക്കാൻ കാരണം? അതിനെഴുതിയിട്ടുണ്ട്, ജോഷുവ ദൈവ സാന്നിധ്യത്തിൻ്റെ കൂടാരത്തെ വിട്ടു പിരിഞ്ഞിരുന്നില്ല. ആ സാന്നിധ്യത്തോട് ചേർന്ന് നിന്നു, ഒപ്പം നിന്നു, കൂടെ നിന്നു. ആ ജോഷുവയെ ദൈവം അനുഗ്രഹിച്ച് ഒരു അനുഗ്രഹവാക്കി മാറ്റി ഉയർത്തി. ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ദൈവം നമ്മളെക്കുറിച്ച് നമുക്ക് ചില അനുഗ്രഹങ്ങൾ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ചുമ്മാ പറഞ്ഞതല്ല. ഒരു മക്കളിങ്ങനെ ആലോചിക്കുക, ഒരാൾ സഹോദരനെ വിളിക്കുക, പെങ്ങളെ വിളിക്കുക, എന്നാണ് അമ്മയുടെ ബർത്ത്ഡേ അല്ലേ വരുന്നത്, 28-ാം തീയതി അമ്മയുടെ ബർത്ത്ഡേ അല്ലേ, എന്തുവാ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് കൊടുക്കണ്ടേ, അമ്മയ്ക്ക് ഇഷ്ടമല്ലത് കൊടുക്കണ്ടേ, ഫോൺ വിളിക്കുന്നു, മെസ്സേജ് ഇടുന്നു, എന്താ കൊടുക്കേണ്ടത്, അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് കൊടുക്കണം എന്ന് മക്കൾ പ്ലാൻ ചെയ്യുന്നത് പോലെ സ്വർഗം മക്കളായ നമുക്ക്, ദൈവത്തിൻ്റെ മക്കളായ നമുക്ക് ചില നന്മകൾ തരാൻ ദൈവത്തിൽ ചില ആലോചനകൾ നടക്കുന്ന സമയമാണ്. ദൈവത്തിൽ നമ്മുടെ ഭവനങ്ങളിൽ ചില ആലോചനകൾ നടക്കുന്നത് പോലെ ദൈവം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഈ പ്രിയപ്പെട്ടവർക്ക് എന്തുവാ കൊടുക്കേണ്ടത്, അവരാഗ്രഹിച്ചത്, പ്രാർത്ഥിച്ചത്, നിയോഗം വച്ചത് കൈകളിൽ തരുന്ന സമയമായി ഇത് മാറട്ടെ. 2 കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിക്കുമോ? എന്നിട്ട് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളെ അടച്ച് അധരങ്ങളെ തുറന്ന് ചില അനുഗ്രഹങ്ങളെ അനുഭവിച്ചറിയുവാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തട്ടെ. ഒന്ന് അധരങ്ങളെ തുറന്ന് ശബ്ദം ഉയർത്തി ഒരു 3 പേരെങ്കിലും കേൾക്കത്തക്ക വിധം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുമോ? ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ശബ്ദത്തെ ഉയർത്തി വിശ്വാസത്തോടെ ഒരേ ആത്മാവിൽ, ഒരേ സ്നേഹത്തിൽ, ഒരേ കൂട്ടായ്മയിൽ നമ്മൾ ഒരുമിച്ച് ഒരു മനസ്സോടെ നിന്ന് സ്നേഹത്തിന്റെ കൂട്ടായ്മയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ശബ്ദം ഉയർത്തി ഒന്ന് വിളിച്ച് യേശുവേ, ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് കരങ്ങളൊക്കെ ഒന്ന് ചേർത്തടിച്ച് ഒരുമിച്ച് പാടുമോ? ഒരുമിച്ച് എല്ലാവരും ചേർന്ന് പാടുമോ? യേശുവൻ കൂടെയുണ്ട്, ഒരുമിച്ച് കൂടെയുണ്ട്, യേശുവൻ കൂടെയുണ്ട്, യേശുവൻ കൂടെയുണ്ട്. വെള്ളത്തിൽ കൂടി ഞാൻ നടന്നിടിലും വെള്ളമെന്നീതെ കവിയത്തില്ല. പാടിയേ. വെള്ളത്തിൽ കൂടെ ഞാൻ നടന്നിടിലും വെള്ളമെന്നീതെ കവിയുകില്ല. വെന്തുപോയില്ല ഞാൻ തീയിൽ നടന്ന എന്താതൻ എന്നോടു കൂടെയുണ്ട്. വെന്തുപോയില്ല ഞാൻ തീയിൽ നടന്ന എന്താതൻ എന്നോടു കൂടെയുണ്ട്. അതുകൊണ്ട് പാടുന്നു, കൂടെയുണ്ട് യേശുവൻ കൂടെയുണ്ട്, കൂട്ടിനായി അവൻ എൻ്റെ കൂടെയുണ്ട്. അമ്മേ, കൂടെയുണ്ട് യേശുവൻ കൂടെയുണ്ട്, കൂട്ടിനായി അവൻ എൻ്റെ കൂടെയുണ്ട്. കൂരിരുൾ താഴ്വരെ കൂടെയുണ്ട്, കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട്. പാടുമോ? കൂരിരുൾ താഴ്വരെ കൂടെയുണ്ട്, കൂട്ടാളിയായിട്ടൻ കൂടെയുണ്ട്. കൂടെയുണ്ട് യേശുവൻ കൂടെയുണ്ട്, കൂട്ടിനായി അവൻ എൻ്റെ കൂടെയുണ്ട്. വെള്ളത്തിൽ കൂടി ഞാൻ നടന്നിടിലും വെള്ളവൻ മീതെ കവിയത്തില്ല. വെള്ളത്തിൽ കൂടി ഞാൻ നടന്നിടിലും വെള്ളവൻ മീതെ കവിയുകില്ല. വെന്തുപോകില്ല ഞാൻ തീയിൽ നടന്ന എന്താതരെന്നോടു കൂടെയുണ്ട്. വെന്തുപോകില്ല ഞാൻ തീയിൽ നടന്ന എന്താതരെന്നോടു കൂടെയുണ്ട്. ഒരു നിമിഷം എല്ലാവരും കേട്ടെ, നിങ്ങൾ തന്നെ നിങ്ങളുടെ കരങ്ങൾക്ക് ദൈവത്തോടൊന്ന് ചേർത്ത്
കണ്ണുകളടച്ച് പാടുമ്പം 2 ലൈൻ പാടി, വെള്ളത്തിൽ കൂടി ഞാൻ നടന്നിടിലും ആ വെള്ളം എൻ്റെ തലയ്ക്ക് മീതെ ഒഴുകിയല്ലെന്ന്. അതെങ്ങനെയാണ്? വെള്ളത്തിൽ കൂടി ഞാൻ നടക്കും. ചില പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. മനസ്സ് ഡൗൺ ആകുന്ന, എല്ലാ വിധത്തിലും കൈവിട്ടു പോയല്ലോ എന്ന് ചിന്തിക്കുന്ന, ഇനി എങ്ങനെ ശരിയാകാനാ എന്നുപോലും ചിന്തിക്കുന്ന വെള്ളത്തിൽ കൂടി ഇങ്ങനെ പോകും. പക്ഷെ ആ വെള്ളം എൻ്റെ മീതെ കയറി ഒഴുകില്ല. വെള്ളത്തിൽ കൂടി ഞാൻ നടന്നിടിലും വെള്ളം എൻ മീതെ. അടുത്ത വരി എന്നറിയാമോ? വെന്തു പോകില്ല ഞാൻ. തീയിൽ നടന്നാൽ വെന്തു പോവും, കരിഞ്ഞു പോവും. പക്ഷേ എന്ത് ഒറ്റപ്പെടലിൻ്റെയോ ഏത് തള്ളപ്പെടലിൻ്റെയോ സകലരും ഉപേക്ഷിച്ചതിൻ്റെയോ എല്ലാവരും തള്ളിക്കളഞ്ഞതിൻ്റേതോ ആയ തീക്കകത്തൂടെ ഇങ്ങനെ അങ്ങ് പോകേണ്ടി വന്നാലും നാട്ടുകാരും വീട്ടുകാരും ദേശക്കാരൊക്കെ പറഞ്ഞു പൊള്ളിപ്പോകത്തേ ഉള്ളൂ, തീർന്നു പോകത്തേ ഉള്ളൂ, ഇനി എന്നാത്തിന് കൊള്ളൂ എന്നൊക്കെ പറഞ്ഞാലും വെന്തു പോകില്ല. തീയിൽ നീ കരിഞ്ഞോ ചാരമായി പോകത്തില്ല. അതൊന്ന് അർത്ഥമറിഞ്ഞൊന്ന് സ്ലോ ഒന്ന് പാടുവാണ്. വെള്ളത്തിൽ കൂടി ഞാൻ നടന്നിടിലും വെള്ളമെൻ മീതെ കവിയുകില്ല. എല്ലാവരും ഒന്ന് പാടി. വെള്ളത്തിൽ കൂടി ഞാൻ നടന്നിടിലും വെള്ളമെൻ മീതെ കവിയുകില്ല. വെന്തു പോകില്ല ഞാൻ തീയിൽ നടന്ന എന്നോട് കൂടെയും. അതാണ് അതിന്റെ റീസൺ. വെന്തു പോകില്ല തീയിൽ നടന്ന എന്നോട് കൂടെയുണ്ട്. കൂടെയുണ്ട് യേശുവൻ കൂടെയുണ്ട്. എങ്ങനെ? കൂട്ടിനായി അവനെന്റെ കൂടെയുണ്ട്. കൂടെയുണ്ട് യേശുവൻ കൂടെയുണ്ട്. കൂട്ടിനായി അവനെന്റെ കൂടെയുണ്ട്. ഒന്നും കൂടി ഒന്നിരിക്കാമോ? ഹല്ലേലൂയ. വളരെ കുറച്ച് സമയം കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. നിയമാവർത്തന പുസ്തകം 12-ാം അധ്യായം 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കുവാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരു നിമിഷം ശ്രദ്ധയോടെ കേൾക്കുക. നമ്മൾ എന്തിനാണ് ഇവിടെ വന്നത്? നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ ദേശത്ത് ഒക്കെയും ഇഷ്ടം പോലെ പ്രാർത്ഥനാലയങ്ങളും ശുശ്രൂഷാലയങ്ങളും എല്ലാം സമൃദ്ധിയായി ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് പൈസ കളഞ്ഞത്? എന്തിനാണ് ഉറക്കം കളഞ്ഞത്? എന്തിനാണ് ഇത്രയും ദൂരം വന്നത്? ഇതിനെക്കുറിച്ച് വല്ല ദൈവ പദ്ധതി ഉണ്ടോ എന്ന് വേദപുസ്തകം എന്നാ പറയുന്നതെന്ന് ഓർക്കണം. നമ്മളോട് പലരും ചോദിക്കും, നിങ്ങൾക്ക് ഇവിടെയെങ്ങാനും ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ, നിങ്ങളെന്തിനാ ഇനി അങ്ങോട്ടേക്ക് ഓടുന്നത്? ഇത് കേവലം ഒരു ഓട്ടമല്ല. ഒരു വാക്യം വായിച്ചത് കേൾക്കുകയാണ്. നിയമാവർത്തന പുസ്തകം 12-ാം അധ്യായം 5-ാമത്തെ വാക്യം. നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കാനും. നീ ശ്രദ്ധിക്കണം, നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കാനും തനിക്ക് വസിക്കാനുമായി സകല ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന സ്ഥലമേതെന്ന്. തെരഞ്ഞെടുക്കുന്ന സ്ഥലം. അപ്പോൾ ദൈവം തെരഞ്ഞെടുത്ത് വയ്ക്കുന്ന സ്ഥലമുണ്ട്, എഴുതിയിട്ടുണ്ട്. ദൈവം തെരഞ്ഞെടുക്കുന്ന സ്ഥലം ഏതെന്ന് കണ്ടുപിടിച്ച് നിങ്ങൾ അവിടെ പോകണം. അങ്ങനെയാണ് നമ്മളൊരു സ്ഥലത്ത് പോകുന്നത്. ഞാൻ എവിടെയും പോകത്തില്ല, അങ്ങനെ പറയരുത്. എല്ലാവരും എല്ലാ സ്ഥലത്തും പോവുകയും വേണ്ട. ആരെയും ഇങ്ങോട്ട് വരാൻ വേണ്ടി ഒരു ബിസിനസ് അടിസ്ഥാനത്തിൽ പറയുന്ന വാക്യമല്ല. ഇവിടെ ആരെയും നിർബന്ധിച്ച് കൊണ്ടുവരണ്ട, ഇവിടെ ആരും നിർബന്ധമായി വരികണ്ട. നിങ്ങളുടെ മനസ്സിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് തോന്നിക്കുന്നെങ്കിൽ വന്നാൽ മതി. അല്ലാതെ ബസ്സുകാർ പറഞ്ഞു അപ്പുറത്തെ ആൾ ആരും വരണ്ട,
നിങ്ങളുടെ അകത്ത് ദൈവം പറയും, ഇന്ന സ്ഥലത്ത് പോയി ഒന്ന് പ്രാർത്ഥിക്കുക, ഇന്ന സ്ഥലത്ത് പോയി ഒരു ദിവസം പോ. അത് നിങ്ങൾക്ക് ദൈവം ചില അനുഗ്രഹങ്ങൾ തരുന്നതിൻ്റെ അടയാളമാണ്. അതാ എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാനും തനിക്ക് വസിക്കാനുമായി നിങ്ങളുടെ സകല ഗോത്രങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന സ്ഥലം തിരഞ്ഞെടുക്കും. ദൈവം ചില സ്ഥലങ്ങളെ തിരഞ്ഞെടുക്കും. ആ ദൈവം തിരഞ്ഞെടുക്കുന്ന സ്ഥലം അതെന്നും ദൈവം തിരഞ്ഞെടുക്കുന്ന സ്ഥലമായി തുടരണം. അവിടെ പൈസ കയറി വരല്, അതിനകത്ത് രാഷ്ട്രീയം കയറി വരരുത്, അതിനകത്ത് ഞാനാണോ വലുത് പുള്ളിയാണോ വലുത് എന്ന മത്സരം കയറി വരരുത്. ഈ സ്ഥലം ദൈവം തള്ളിക്കളഞ്ഞിട്ട് പോകും. ഈ സ്ഥലത്തെ ദൈവം മറക്കും. നിങ്ങളും പ്രാർത്ഥിക്കേണ്ടത് ഈ ആലയത്തിൽ കുറേ പൈസ വരണമെന്നല്ല. ഇവിടെ പൈസ അധികം പണം ഇവിടെ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇവിടെ അധികം പൈസ വരരുത്. ഇവിടെ വലിയ വലിയ പ്ലാൻ പദ്ധതികളില്ല. കെട്ടിടങ്ങളോ വലിയ സംവിധാനങ്ങളൊന്നും പണിയത്തില്ല. ഇവിടെ വേറെ ഒന്നും. ഇവിടെ ഏത് സങ്കടമുള്ളവനും ഏത് സമയത്തും കയറി വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹമായി ചിരിച്ച മുഖത്തോടെ ഇറങ്ങിപ്പോകുന്നത് കാണാം. അതാണ് സമ്പത്ത്. ഇവിടെ പണം ഉണ്ടാകാതിരിക്കാനും പ്രാർത്ഥിക്കണം. ഇവിടെ ആകെ അവിടെ ഇവിടെയുമായി 2 ചെറിയ നേർച്ചപ്പെട്ടി വെച്ചിട്ടുള്ളൂ. അതും അധികം ആരും ശ്രദ്ധിക്കത്തില്ല. അത് പണ്ടേ ഇവിടെ ഇരുന്നതാണ്. അത് ഞാനിവിടെ വന്ന കാലം തൊട്ടിരിക്കുന്ന ഒരു നേർച്ചപ്പെട്ടി പോലും പുതിയത് വെച്ചിട്ടില്ല. ഒരു അക്കൗണ്ട് നമ്പറും ഓഫീസിൽ നിങ്ങൾക്ക് ഇത് സ്പോൺസർ ചെയ്യണം, ദശാംശം തരണമെന്ന് പറയില്ല. ഇവിടെ എല്ലാ ശുശ്രൂഷകളും സൗജന്യമാണ്. ഇവിടെ ഇന്നുവരെയും ഒരു കുറവും ഉണ്ടായിട്ടുമില്ല. ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷക്കാരോടും ഞങ്ങൾ പറയാറുണ്ട്, ദൈവം എങ്ങനെയാണ് പരിപാലിക്കുന്നതെന്ന് അറിയണമെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരു 2 ദിവസം ഒന്ന് പഠിക്കുക. ദൈവം എങ്ങനെയാണ് ഇതിനെ കൊണ്ടുനടക്കുന്നതെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന വഴികൾ പിടികിട്ടുമെന്ന് പറയും. നിങ്ങളും ഇവിടെ ഈ ശുശ്രൂഷക്കാരോട് ഇതെങ്ങനെ, ഇതെല്ലാം കാര്യം എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഈ ബാഡ്ജറ്റ് ധരിക്കുന്ന എല്ലാവർക്കും അറിയത്തില്ലെങ്കിലും കുറേ പേർക്കൊക്കെ അറിയാം. ഇത് ദൈവം തിരഞ്ഞെടുത്തൊരു സ്ഥലമാണ്. അല്ലെങ്കിൽ ഈ കാട്ടുമുക്കിൽ നിങ്ങൾ വരുമോ? പട്ടണത്തിൽ കിടക്കുന്നവരിവിടെ വരുമോ? തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരുമോ? കാസർഗോട്ടിൽ നിന്ന് ഇവിടെ വരുമോ? ഓറക്കളച്ച് ഇന്നലെ ഒരു തുള്ളി ഉറങ്ങാതെ ഇവിടെ വന്നിരിക്കുമോ? ഇത് ദൈവം തിരഞ്ഞെടുത്ത സ്ഥലത്ത് ദൈവനിയോഗമുള്ള മനുഷ്യരെ ദൈവം കൂട്ടിക്കൊണ്ട് വരും. അങ്ങനെയുള്ളവർ അനുഗ്രഹത്തോടെ മടങ്ങിപ്പോവുകയും ചെയ്യും. ഒരു ആളെയും ശുശ്രൂഷയ്ക്ക് വിളിക്കത്തില്ല കേട്ടോ. ഇവിടെ ആരെയും ശുശ്രൂഷയ്ക്ക് എടുക്കുന്നുമില്ല. ശുശ്രൂഷയ്ക്കുന്നവർ എപ്പം ശുശ്രൂഷ നിർത്തണമെന്ന് തോന്നിയോ അപ്പം നിർത്തി പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ആരെയും സോപ്പിട്ട് നിർത്തത്തില്ല. എപ്പോഴാണോ വേണ്ട ആയിക്കോട്ടെ പൊക്കോ. സാധാരണ പോലെ പ്രാർത്ഥിച്ചു. ആരും പോയിട്ടില്ല കേട്ടോ. ഈ അനുഗ്രഹത്തിൻ്റെ സാഹചര്യത്തെ വിട്ട് പൊക്കോളാൻ പറഞ്ഞാൽ അതിനേക്കാൾ തീക്ഷ്ണതയാണ് പുള്ളി അടുത്ത ആഴ്ച വരുന്നത്. ഒരാളോട് ഞാൻ പറഞ്ഞു, മേല ഇവിടെ കണ്ടേക്കരുന്ന്. പുള്ളി ഏറ്റവും ആദ്യം പുള്ളി അടുത്ത പ്രാവശ്യം വന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ പിണങ്ങിയില്ലേ? പിണങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ പോകാൻ പറ്റില്ല. ഇത് ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലം കണ്ടുപിടിച്ച് നിങ്ങൾ അവിടെ പോകണം എന്ന് ബൈബിൾ പറയുന്നു. പോകണം. ഇവിടെ മാത്രമല്ല, അങ്ങനെയുള്ള സ്ഥലങ്ങൾ പലതുണ്ട്. ഇവിടെ എല്ലാവരും വരണമെന്നല്ല, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി തന്നെ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാലോ 2 ദിനവൃത്താന്ത പുസ്തകം അതിൻ്റെ 15-ാമത്തെ വാക്യം വായിച്ച് അതിന് എങ്ങനെ പോയാൽ, അങ്ങനെയുള്ള സ്ഥലത്ത് പോയാലുള്ള പ്രത്യേകത 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 15-ാമത്തെ വാക്യം, ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ. എവിടെ നിന്ന് ഉയരുന്ന? ദൈവം തെരഞ്ഞെടുത്ത സ്ഥലത്ത് നിന്ന് ഉയരുന്ന. നമ്മൾ ഒച്ചത്തിലല്ലേ പ്രാർത്ഥിക്കുന്നത്? ഈ പ്രാർത്ഥനകൾക്ക് നേരെ ദൈവം ചെവി ഇങ്ങനെ പൊത്തിപ്പിടിക്കത്തില്ല. ദൈവം 2 കണ്ണും കൊണ്ട് കണ്ണ് മൂടിയും പിടിക്കത്തില്ല എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്കു നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായി വളരെ ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കും. എവിടെ നിന്നേലുമല്ല, ഇവിടെ നിന്ന് ദൈവം തെരഞ്ഞെടുത്ത സ്ഥലത്ത് നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് ശക്തിയുണ്ട്.
വിശ്വസിക്കുന്നോ? ഇത് ഇവിടെ ഞാനുള്ളതുകൊണ്ടല്ല നിങ്ങൾ വന്നേ, ഇത് ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമായോണ്ടാണ്. ഇവിടെ എത്ര പേരാ നിന്നോണ്ട് വചനം കേൾക്കുന്നത്, താഴെയൊക്കെ കസേരയൊന്നും ഇല്ല ഇരിക്കാൻ. ഇവിടെ ആരെങ്കിലും പറഞ്ഞു ഇവിടെ നമ്മൾ ഒരു ബസ് സ്റ്റോപ്പിൽ പോലും ഇത്രയും നേരം നിൽക്കത്തില്ല, ഒന്ന് ചാരിപ്പോലും നിൽക്കാൻ പറ്റാതെ നിൽക്കുന്നവരുണ്ട്. അത് ദൈവം തിരഞ്ഞെടുത്ത സ്ഥലമായോണ്ടാണ്. മടുപ്പ് മറന്ന്, ക്ഷീണം മറന്ന്, ചൂട് മറന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. എൻ്റെ നാമം ഇവിടെ എന്നേക്കും നിലനിൽക്കേണ്ടതിന് ഞാൻ ഈ ആലയം തിരഞ്ഞെടുത്തു വിശുദ്ധീകരിച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയപൂർവകമായ കടാക്ഷം സദാ ഇതിന്മേൽ ഉണ്ടായി. ദൈവത്തിൻ്റെ കണ്ണുള്ള സ്ഥലമായത്, ദൈവത്തിൻ്റെ ഹൃദയമുള്ള സ്ഥലമായത്, ദൈവം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും, ദൈവത്തിന് JCBയുടെ കൈ പോലത്തെ ഒരു കൈ ദൈവത്തിനുണ്ട്. JCB തെങ്ങും മാവും ഒക്കെ പറിച്ച് ഈസി ആയിട്ടാണ് കളയുന്നത്. ദൈവത്തിന് അങ്ങനെ ഒരു വലിയ കരമുണ്ട്. എൻ്റെ സാധാരണ ഉപമയാണ്. എന്ത് കൊള്ളാത്തതായിട്ട് തോന്നിയാലും അതിനെ ഇളക്കി പറിച്ച് ദൈവം കളയുന്ന എനിക്ക് ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട്. ദൈവം തിരഞ്ഞെടുത്ത സ്ഥലത്ത് ദൈവത്തിൻ്റെ കരം അവിടെ ആക്റ്റീവായിരിക്കും. വേണ്ടാത്തതൊന്നും അവിടെ ഇച്ചിരി ആകുമ്പോഴേ ആ കൈ കൊണ്ട് അതിനെടുത്ത് കളയും. അത് മനുഷ്യനായാലും സാഹചര്യം, ദൈവം അതിനെ ആ സാഹചര്യം, അത് കാരണം ദൈവം ആ സ്ഥലത്തെ വിശുദ്ധീകരിച്ചതിനാൽ ദൈവത്തിൻ്റെ ഹൃദയപൂർവകമായ ഒരു കടാക്ഷം സദാ എപ്പോഴും അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ഇതാണ് ഈ കടാക്ഷമാണ് നഷ്ടപ്പെടരുത്. ചിലപ്പോൾ ഇതിനേക്കാൾ വലിയൊരു ഹാൾ, ഒരു AC ഹാൾ അങ്ങ് പണിയാൻ വെപ്രാളം കൂട്ടുമ്പോൾ ചിലപ്പോൾ ആ കടാക്ഷം നഷ്ടപ്പെട്ടു പോയേക്കാം. ആളുകളോട് പൈസ വേണം, പൈസ വേണം, പൈസ വേണം, എല്ലാവരും തരണം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കടാക്ഷം ചിലപ്പോൾ വഴിമാറിപ്പോയേക്കാം. അതുകൊണ്ടാണ് ഇന്ന് എൻ്റേതായ കുഞ്ഞറിവിൽ പറഞ്ഞത്, നിങ്ങൾ ആരും പ്രാർത്ഥിക്കേണ്ട. ഇവിടെ അപ്പുറത്തൊരു കെട്ടിടം ഉണ്ടാകാൻ പ്രാർത്ഥിക്കേണ്ട, താഴെ ഒരു കുരിശുപള്ളി പണിയാൻ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട, അപ്പുറത്ത് ഇതൊരു സംഭവം ഉണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട. ഈ ആലയം ദൈവത്തിൻ്റെ കടാക്ഷമുള്ള ഒരു ആലയമായി എന്നും തുടരാൻ വേണ്ടി മാത്രം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ആരുടെയും പണം അധികം വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തരിക, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുന്നത് പൈസ തരുന്നവർക്ക് വേണ്ടി മാത്രമല്ല. സ്തോത്രക്കാഴ്ച എടുക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ഇന്ന് സ്തോത്രക്കാഴ്ച ഇടാൻ ഒരു സാഹചര്യവും ഇല്ലാത്തവർക്ക് വേണ്ടി ആദ്യം ഞങ്ങൾ പ്രാർത്ഥിക്കും. രണ്ടാമതേ പ്രാർത്ഥിക്കത്തുള്ളൂ 10 രൂപ ഇടുന്നവർക്ക് വേണ്ടി. ഇവിടെ വേണ്ട ദൈവത്തിൻ്റെ കടാക്ഷമാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്. അത് പോയാൽ പോയി. അത് പോയാൽ പിന്നെ നമ്മളിവിടെ 10 ബോക്സും കൂടെ കൂടുതൽ വെച്ച് ഒരു 12 ക്യാമറയും കൂടെ വെച്ചാൽ ഒന്നും നടക്കത്തില്ല. കുറച്ച് വെടി പൊട്ടിക്കാവുന്നേ ഉള്ളൂ, ദൈവപ്രവൃത്തികൾ സംഭവിക്കത്തില്ല. ഇപ്പോൾ താഴ്ത്തി പറഞ്ഞാൽ ഈ 2 തക്കാളിപ്പെട്ടി പോലത്തെ 2 ബോക്സ് വെച്ച് ഈ 2 ലുട്ടറുടുക്ക് TV വെച്ചാലും ഇവിടെ ഭയങ്കര ദൈവപ്രവൃത്തി നടക്കുന്ന അനുഭവമുണ്ട്. ഇവിടെ വരുമ്പോൾ തന്നെ അനേകർ ആശ്വാസം അനുഭവിക്കുന്നതും കണ്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ദൂരെ നിന്ന് വരുന്ന ആൾക്കാർ ഇത് ഫീൽ ചെയ്തിട്ടുണ്ട്, ഇല്ലേ? താഴേന്ന് ബസ്സിറങ്ങിയ ആൾക്കാർ എങ്ങനെയാണ് വരുന്നത്? ഈ മെറ്റിൽ മുഴുവൻ ഇടിച്ച് തല്ലി പൊട്ടിക്കുന്ന രീതിയിലാണ് വരുന്നത്. ബസ്സിറങ്ങിയിട്ട് വരുന്ന ഈ കെട്ടിടം ഇടിച്ച് പൊളിക്കാമോ അവർ വരുന്ന പോലെ സ്പീഡിലാണ് പോകും. ചിലർ വീഴുന്നത് കണ്ടിട്ടുണ്ട്. നോക്കിപ്പോ സഹോദരി, നോക്കിപ്പോ, അവിടെ ഒരു ചെറിയ തട്ടുണ്ട്, അത് ഓട്ടമാണ്. അത് ഉള്ളിൻ്റെ ഉള്ളിൽ ഇന്ന് പ്രാർത്ഥിക്കണം. ആ ദൈവീകമായ അടുപ്പമാണ് ആ ഓട്ടവും ആ വെപ്രാളവും. ഇവിടെ ഒരു ശുശ്രൂഷക്കാർ ആൾക്കാർ ബഹളം വയ്ക്കുമ്പോൾ അനങ്ങാതിരിക്കുക, മിണ്ടാതിരിക്കുക, അവിടെ ആരോടും പറയരുത് പറഞ്ഞിട്ടുണ്ട്. സാധാരണ പോലെ നിയന്ത്രിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നറിയോ, നിങ്ങൾ കാണിക്കുന്ന ആ വെപ്രാള, ആ ദൈവത്തോടുള്ള നിങ്ങളുടെ അടുപ്പമോ ആ സ്നേഹമോ നിങ്ങളെ ഇങ്ങനെ ആ വെപ്രാളമൊക്കെ ആ തീഷ്ണത കൊണ്ടാണ്. അത് നിങ്ങളുടെ അകത്ത് ആ ദൈവസ്നേഹം ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇത് കഴിയുന്നതിന് മുമ്പ് ഇറങ്ങി 100 സ്പീഡിൽ വിട്ടുപോകും, ഓടും. ആരും ഓടുന്നില്ലല്ലോ. അത് ദൈവസ്നേഹമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ കടാക്ഷം നിങ്ങൾക്കും ലഭിക്കും. പ്രാർത്ഥിക്കാൻ പോവാണ്. കണ്ണുകളെ അടച്ച് ആദ്യം പാടിയ പാട്ട് പാടാമോ? നന്ദി നന്ദി. അതിനകത്തൊരു 2 വരിയുണ്ട്. എങ്ങനെ കഴിഞ്ഞു പോയി അത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ദൈവമേ, ഇന്നലെ മിനിഞ്ഞാന്ന് കഴിഞ്ഞ മാസം എങ്ങനെയാണ് ജീവിതം പോയെന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷേ ഭയങ്കര അതിശയമായിരുന്നു ദൈവത്തിൻ്റെ ഒരു വലിയ സംരക്ഷണം, പരിധികളില്ലാതെ
അളവുകളില്ല. നമ്മൾ പറയില്ലേ, കഴിഞ്ഞ മാസമൊക്കെ എങ്ങനെയാ കഴിഞ്ഞു പോയെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, ഞാൻ അനുഭവിച്ച വേദന എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. പറയുവാണ് ആ പാട്ട്. രാവിലും പകലിലും ആ കൈ നിഴലായി നിന്നു, പരിധികളില്ലാതെ പരിപാലിച്ചതോർത്ത. പറയുമോ? രാവിലും പകലിലും ആ കൈ നിഴലായി നിന്നു, പരിധികളില്ലാതെ പരിപാലിച്ചതോർത്ത. എങ്ങനെ കഴിഞ്ഞു പോയോരോ ദിനവും ആശ്ചര്യമേ, എങ്ങനെ കഴിഞ്ഞു പോയോരോ ദിനവും ആശ്ചര്യമേ. ഞാൻ നനച്ചതിലും അധികം എന്നിൽ അത്യന്തം പരമായി, ഞാൻ നനച്ചതിലും അധികം എന്നിൽ അത്യന്തം പരമായി. അതുകൊണ്ട് നന്ദി 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 ദൈവമേ, ഞാനായതിൻ ആധാരം നീയേ. പാടുമോ? നന്ദി 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 യേശുവേ, എൻ വിശ്വാസത്തിൻ ആരംഭം നീയേ. രാവിലും പകലിലും ആ കൈ നിഴലായി നിന്നു, പരിധികളില്ലാതെ പരിപാലിച്ചതോ.